വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്താൽ അത് നിങ്ങളുടെ കൂടാരത്തിൻ്റെ വിടുതലാക്കി സ്വർഗത്തിലെ ദൈവം നിശ്ചയമായി മാറ്റിയിരിക്കും. ആ പദം ഞാൻ ഇന്ന് രാത്രിയിൽ ആവർത്തിച്ച് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷ ദൈവം അയച്ചാൽ, ഒരുപക്ഷെ ഇന്ന് രാത്രി യോഗത്തിനകത്ത് വന്നിരിക്കുന്ന ആമേൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് 4 പേരുണ്ടെങ്കിൽ 4 പേരും ഈ യോഗത്തിനകത്ത് വന്നിരിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ മമ്മിയായി നിങ്ങൾ മാത്രമായിരിക്കാം യോഗത്തിൽ വന്നത്, അല്ലെങ്കിൽ പപ്പ നിങ്ങൾ മാത്രമായിരിക്കാം യോഗത്തിൽ വന്നത്, അല്ലെങ്കിൽ തലമുറകൾ മാത്രമേ ഈ മീറ്റിങ്ങിനകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. ആമേൻ ചിലർ പറയുന്നു പാസ്റ്റർ കുടുംബമായി വരണമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, പക്ഷേ എൻ്റെ ഭർത്താവ് ഇന്ന് രാത്രി യോഗത്തിനകത്ത് വന്നിട്ടില്ല. ചിലർ പറയുന്നു എൻ്റെ ഭാര്യ വന്നിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. സാരമില്ല, ഇന്ന് രാത്രി യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ അകത്തൊരു രക്ഷ കിട്ടിയാൽ അത് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുന്ന രക്ഷയായി മാറും. എപ്പോഴും തുടക്കക്കാരൻ ഒരുവനായിരിക്കും, അവനിലൂടെയാണ് ദേശത്തിൻ്റെ വിടുതൽ കർത്താവ് ചെയ്തെടുപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ ആഴം ശ്രദ്ധേയമാണ്. രക്ഷപ്പെടാൻ ഞാൻ എന്തു വേണം? മറുപടി, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. താഴേക്കുള്ള വാക്കുകൾ കുറേയും ശ്രദ്ധേയമാണ്. 33-ാമത്തെ വാക്യം, ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരൊക്കെയും താമസിയാതെ സ്നാനമേറ്റു. അടുത്ത പദം, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ, ആ പദം ഒന്ന് കേട്ടോ, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. 3 പദങ്ങൾ നമുക്ക് ആ കൊച്ചു വാക്യത്തിൽ നിന്ന് കിട്ടി. 1, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? 2, രക്ഷ പ്രാപിപ്പാൻ നീയും നിന്റെ കുടുംബവും യേശുവിൽ വിശ്വസിക്കണം. 3-ാമത്തെ പദം, അങ്ങനെ വിശ്വസിച്ചപ്പോൾ അവർ കുടുംബമടക്കം ആനന്ദിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ഈ ദേശത്തിന് വേണ്ടി കർത്താവ് ഈ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യും എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. 1, രക്ഷപ്പെടാനുള്ള ഒരു വഴി കർത്താവ് ഈ ദേശത്തോട് പറയും. 2, ആമേൻ അതൊരു വിശ്വാസത്തിൻ്റെ മാർഗം എന്നതുപോലെ എൻ്റെ ദൈവം പറഞ്ഞു പഠിപ്പിക്കും. 3, അതിലൂടെ ഈ ദേശത്തിനകത്ത് ചിലർ ഒന്ന് ആനന്ദം അനുഭവിക്കും. വിശ്വസിക്കുന്നവർ കരം ഒന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? ആമേൻ. വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പുസ്തകത്തെക്കുറിച്ച് പ്രാരംഭ സമയങ്ങൾ 1-2 ആത്മീയ ദൂതുകൾ പറഞ്ഞ് വിഷയത്തിലേക്ക് വരാം. ഒരുപക്ഷെ ഞാൻ പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ വേദപുസ്തകത്തെ നന്നായി ധ്യാനിക്കുകയും വചനത്തിൻ്റെ ഈടുറ്റ ചിന്തകളെ വിവിധ അഭിഷക്തന്മാരിലൂടെ കേൾക്കുകയും ചെയ്യുന്ന നല്ലൊരു കൂട്ടം ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. അവരെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൻ്റെ താളുകൾ എന്തെന്ന് പോലും അറിയാത്ത, ബൈബിളുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ യോഗത്തിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തത്തിൻ്റെ രക്തവും നമ്മുടെ മാംസത്തിൻ്റെ മാംസവുമായിരിക്കുന്ന അവർക്ക് കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനകത്തൊരു ആത്മീയ ദൂത് ഇന്ന് രാത്രിയിൽ ഒന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് വന്ന് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി യോഗം നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. അകൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 66 പുസ്തകങ്ങളാണുള്ളത്. അതിനകത്തെ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളായിരിക്കുമ്പോൾ ആ 4 സുവിശേഷത്തിനകത്തും യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശുശ്രൂഷകൾ, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് 4 സുവിശേഷകന്മാരും വിശദീകരിച്ചിരിക്കുന്നത്. ഈ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞ അനന്തരം ആമേൻ 33 തിരുവയസ്സെത്തിയപ്പോൾ യേശു കർത്താവ് ജനത്തെയെല്ലാം വിടിവിച്ച ശേഷം, രോഗികളെ സൗഖ്യമാക്കിയതിനു ശേഷം, ഭൂതങ്ങളെ പുറത്താക്കിയതിനു ശേഷം 3.5 കൊല്ലത്തെ യേശുവിൻ്റെ അത്ഭുത ശുശ്രൂഷകൾ ആത്മനിറവിൽ യേശു കർത്താവ് ചെയ്തു കഴിഞ്ഞ അനന്തരം 3.5 കൊല്ലത്തെ ശുശ്രൂഷകൾക്കൊടുവിൽ ഇതാ താൻ വന്നിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശത്തിലേക്ക് യേശു നീങ്ങുകയാണ്. അതെന്താ? യേശു വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം രോഗങ്ങളെ സൗഖ്യമാക്കുന്നതല്ല. ആ പദമൊന്ന് അടിവരയിട്ട് കേൾക്കണം. യേശു വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്നതല്ല. യേശു വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ജനം വിടുതൽ പ്രാപിക്കുന്നത് മാത്രമല്ല, കേവലം അവരെ മാനുഷിക തലത്തിൻ്റെ ഒരു സൗഖ്യം കൊടുത്തു മാത്രം തൃപ്തമാക്കാതെ യേശു വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് പാപത്തിനകത്ത് മുങ്ങിപ്പോയ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ വേണ്ടി അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയുടെ പരപ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ 3.5 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് 33 തിരുവയസ്സ് എത്തുമ്പോൾ, ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ഭാവനയിലൊന്ന് കാണാമോ? ഒരു നല്ല ചെറുപ്പക്കാരൻ, സ്തോത്രം, ചോര തിളയ്ക്കുന്ന പ്രായം, 33 തിരുവയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ നല്ല പ്രായമാണ്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. 6 മാസം മുമ്പ് ഞാനും ഏകദേശമൊക്കെ ആ പ്രായത്തിലാണ്. ഇപ്പോൾ എനിക്ക് 34 33 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചോര തിളയ്ക്കുന്ന പ്രായമല്ലേ? അങ്ങനെ ഒരു കാലഘട്ടത്തിനകത്ത്, ആ പ്രായത്തിനകത്ത് ഇതാ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ പ്രാണപ്രിയനായ യേശു ക്രൂശിനകത്ത് കയറാൻ പോവുക. യേശുവിൻ്റെ ക്രൂശിൻ്റെ ആഴമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആമേൻ, സ്തോത്രം. പെസഹായുടെ അന്ത്യത്താഴം കഴിഞ്ഞിട്ട് യേശു കർത്താവ് നേരെ കയറി ചെല്ലുന്നത് ചുവന്ന രക്തം ഒഴുകുന്ന കെദ്രോൻ തോടിലേക്കാണ്. തമ്പുരാൻ അവിടെ കാലെടുത്ത് വെച്ചു. ആ മലയാണ്. ആ മലമുകളെല്ലാം ചവിട്ടിക്കറി എൻ്റെ നാഥൻ ചെല്ലുമ്പോൾ അതൊരു ഗസമനത്തോട്ടമാണ്. ഞാനത് പറയുമ്പോൾ ഭാവനയെ കാണണം. ആ ഗസമനത്തോട്ടത്തിനകത്ത് വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ ഒഴുക്കി എൻ്റെ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ അനന്തരം ഇതാ പടയും പമ്പവും വാളുമായിട്ട് സ്നേഹിതനായ യൂദായുടെ നേതൃത്വത്തിനകത്ത് ജനം ഇതിനകത്തേക്ക് ഇടിച്ചു കയറി. ഒരൊറ്റ വാക്ക്, നിങ്ങൾ ആരെ തിരയുന്നു? ചോദ്യങ്ങൾക്കൊടുവിൽ നസ്രയനായ യേശുവിനെ എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഞാൻ തന്നെ
തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ യേശു കർത്താവ് കരം നീട്ടി കൊടുക്കുക. അവിടെ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആഴം ആരംഭിക്കുകയാണ്. കർത്താവിനെ കൈത്തളങ്ങൾ കൊത്തളത്തിനകത്ത് ബന്ധിച്ച് പടയാളിയുടെ ചാട്ടവാറുകൾ യേശുവിൻ്റെ ശരീരത്തിനകത്തെ കാഞ്ഞു വന്ന് വടിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ അടിക്കുന്ന സമയവും യേശു അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടില്ല, യേശു അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടില്ല. കർത്താവ് ആ ക്രൂശിനെ സഹിക്കുകയായിരുന്നു. മാനവാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു ആ ക്രൂശിനെ സഹിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ ഈ ദൈവശബ്ദം പറയുമ്പോൾ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ നിന്നെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ലോകത്തിനകത്തുണ്ടോ? സ്വന്തം ചങ്കിലെ ചോര തന്ന് നമ്മളെ സ്നേഹിച്ചൊരു നാഥൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. മറ്റുള്ളവരെല്ലാം പണം തന്ന് നമ്മളെ സ്നേഹിക്കും, മറ്റുള്ളവരെല്ലാം വസ്തുവകകൾ നമ്മളെ സ്നേഹിക്കും, ഒരു നേരത്തെ ഭക്ഷണം തന്ന് നമ്മളെ സ്നേഹിക്കുമ്പോൾ ഇതാ അവസാന തുള്ളി ചോരയും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തന്റെ പ്രാണപ്രിയൻ അവൻ മാനവരാശിയെ സ്നേഹിക്കുക. അപ്പോൾ ആ വേദപുസ്തകം പറയുന്നത്, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. എന്താ ദൈവത്തിന്റെ സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം പകൽ മേഘസ്തംഭമല്ല, ദൈവത്തിന്റെ സ്നേഹം രാത്രി ദീപസ്തംഭമല്ല, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് കാടപ്പക്ഷിയല്ല. കർത്താവിന്റെ സ്നേഹം ഇട്ടിരിക്കുന്ന ഉടുപ്പ് മങ്ങിപ്പോകാതിരിക്കുന്നതോ ഇട്ടിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞു പോകാതിരിക്കുന്നതോ അല്ല. പിന്നെന്താ യേശുവിന്റെ സ്നേഹം? പിതാവിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് താൻ സ്നേഹിച്ച തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിനകത്ത് യാഗമർപ്പിക്കാൻ വിട്ടുകൊടുത്തതാണ് പിതാവിന്റെ വലിയ സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെയും എന്നെ സ്നേഹിച്ചൊരു ജീവനുള്ള നാഥൻ. എൻ്റെ ഒരു കൊച്ചു ചോദ്യം, എന്തിനാണ് ഇന്ന് രാത്രി തകഴി ദേശത്തിനകത്ത് ഇത്രയും ഒക്കെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഈ അഭിഷക്തന്മാർ ഈ പ്രത്യേകിച്ച് ജനുവരി മാസം എന്നൊക്കെ അവരെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള മാസങ്ങളാണ്. ആ ശുശ്രൂഷകളുടെ തിരക്കുകളെല്ലാം അവർ മാറ്റിവെച്ച് ഈ ദേശത്തിന് വേണ്ടി ഇത്രയും അധ്വാനം ചെയ്ത് ഈ 3 ദിവസങ്ങൾ ഇതിന്റെ നടുവിൽ എന്തേ ഇങ്ങനെ ഒരു ആത്മീയ യോഗം സംഘടിപ്പിക്കാൻ കാരണം? പോക്കറ്റിലെ പണമെടുത്ത് ആരോഗ്യം കളഞ്ഞ് സമയം കണ്ടെത്തി എന്തിനാ ഇങ്ങനൊരു മീറ്റിംഗ് ഈ ദേശത്തിനകത്ത് സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ നിസ്സംശയം പറയും, അകത്ത് കയറിയ ദൈവസ്നേഹം ഈ ദേശത്തിന്റെ നടുവിൽ ഒന്ന് വ്യാപരിക്കണമെന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്നത് കൊണ്ടാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ അനന്തരം വാഗ്ദത്തം ചെയ്തതുപോലെ 3-ാമത്തെ പക്കം ക്രൂശിനെ പൊട്ടിച്ച് എൻ്റെ കർത്താവ് കല്ലറകളെ ഭേദിച്ച് എൻ്റെ നാഥൻ കല്ലറ മാത്രം തുറന്നിരിക്കുക. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. സ്തോത്രം. അത് തെളിയിക്കപ്പെട്ട ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അർത്ഥം വർഷത്തിലൊന്നു മാത്രം മലയാളികളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഇതിഹാസ പുരുഷനെ അല്ല ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. പകരം എൻ്റെ യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുക. അങ്ങനെ യേശു കർത്താവ് ഈ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ അനന്തരം ഈ ഭൂമിയുടെ പരപ്പിൽ 40ഓളം ദിവസങ്ങൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. അവിടെയാണ് ചരിത്ര പുസ്തകം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി നാം വായിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമാകിയാൽ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ഈ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പ്രവൃത്തിയുടെ പുസ്തകം 28 അധ്യായങ്ങളാണുള്ളത്. ഈ 28 അധ്യായത്തിൽ 3-4 ദൂതുകളാണ് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവം ഈ പുസ്തകത്തിൽ പ്രത്യക്ഷമായെന്ന് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അർത്ഥം, യേശുവിനെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ അനന്തരം പണം കൊടുത്തവൻ ഉയർത്തതല്ല, ശിഷ്യന്മാർ അവന്റെ ബോഡി എടുത്തുകൊണ്ട് പോയതാണെന്ന് ഒരു കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാകത്തിൽ അധികാരികൾ കടപടഞ്ഞ് അധ്വാനിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കിടക്കുന്നു, ആരും അവന്റെ ബോഡി മോഷ്ടിച്ചതല്ല, യേശുവിന്റെ ശവശരീരം ആരും എടുത്തുകൊണ്ട് പോയതല്ല, യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള ചരിത്ര യാഥാർത്ഥ്യത്തോടു കൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി തകഴി ദേശത്തോട് പ്രാരംഭ സമയം ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഒരു തുടക്ക ദൂതി ഇന്ന് രാത്രി ഞാൻ പറയാം. എൻ്റെ യേശു ജീവിക്കുന്നു. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അങ്ങനാണെങ്കിൽ പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പാണ് വിഷയം എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ഭാഗത്തിനകത്തേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാർ ചെയ്യുന്ന അത്ഭുതങ്ങളാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ വിഷയം. ഇന്ന് രാത്രിയിൽ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അകതാരിലും ആത്മാവിലും ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റത് ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ ആമേൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാർ അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് രാത്രി യോഗം പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ നാഥൻ ഈ കൊച്ചു ദേശത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റവന്റെ നാമത്തിൽ ചില അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചൊല്ലുന്നു. എനിക്ക് മുൻപേ കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ചപ്പോഴും ആമുഖ സന്ദേശം പറഞ്ഞപ്പോഴും ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തിയപ്പോഴും യേശുവിന്റെ വിടുതലിന്റെ ആഴം അവരുടെ അകതാരിൽ അന്തരാത്മാവിനകത്ത് വെളിപ്പെട്ടു വന്നതുപോലെ തന്നെ ഈ സംഘാടകർ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിയിലെ യോഗത്തിനകത്ത് ചെയ്യാതെ എന്റെ കർത്താവ് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുകയാണ്.
അല്ല, ഒരു കൺവെൻഷൻ മീറ്റിങ്ങിനകത്ത് പ്രസംഗിക്കുന്ന ഫീലിംഗ് അല്ല ഇന്ന് രാത്രിയിൽ എനിക്കറിയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കേൾക്കപ്പെടുന്ന ഓരോ ദൂതിനും ആമയും പറഞ്ഞും ആരാധിച്ചുമൊക്കെ ഏറ്റെടുക്കുന്ന അഭിഷേകമുള്ള ഒരു പറ്റം ദൈവത്തിന്റെ കുഞ്ഞ് ഇതിനകത്തുള്ള കാരണത്താൽ ഗസ്റ്റ് പാസ്റ്ററിന്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല, പകരം വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് എൻ്റെ യേശു ഒരു അത്ഭുതം ചെയ്യും. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ഡാനിയൽ പാസ്റ്ററെ, വചനത്തിനകത്തൂടെ ആമൻ മാത്രമല്ല അഭിഷേകത്തിനകത്തൂടെയും വെളിപ്പെട്ടു വരുന്നൊരു ഭയങ്കര ദൈവ സാന്നിധ്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രസംഗങ്ങൾ പ്രതിഫലിക്കത്തില്ല, പ്രസംഗങ്ങൾ ചിലപ്പോൾ ക്ലിച്ചു പിടിക്കത്തില്ല. എന്നാൽ ആ സ്ഥലങ്ങളിൽ ആരാധനയുടെ മഹത്വം, ദേശത്തിന്റെ ചലനങ്ങൾക്കകത്തൊരു വലിയ മാറ്റം ഉണ്ടായിരിക്കും. ഞാൻ അതങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരംഭിക്കുന്ന ഈ പ്രവൃത്തിയുടെ പുസ്തകം യേശുവിന്റെ നാമത്തിൽ അവർ പ്രവൃത്തികൾ ചെയ്യുക. എന്നാൽ ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ വിഷയം നിങ്ങൾ കേൾക്കണം. അങ്ങനെ പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞ അനന്തരം സംഭവിക്കുന്ന പെർസിക്യൂഷൻ, അർത്ഥം പീഡാനുഭവങ്ങളാണ് ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന്, യേശു ഉയർത്തെഴുന്നേറ്റു. രണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ അവർ വിടുതലുകൾ ചെയ്യുന്നു. മൂന്ന്, വിടുതലുകൾ ചെയ്ത് കഴിഞ്ഞ അനന്തരം ഒരു കൂട്ടം ജനം രക്ഷപ്പെട്ടപ്പോ അവിടെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുക. തകഴി ദേശത്തിനകത്തും നാളുകളിൽ ചിലർ വിടുവിക്കപ്പെട്ടാൽ ഇവിടെ പീഡനങ്ങൾ അരങ്ങ് തകർക്കും. ആമേൻ. നിങ്ങൾ മതം മാറ്റാൻ വന്നവരാണോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാ ഞങ്ങളുടെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാ ഞങ്ങളുടെ വീടുകൾക്കകത്ത് കയറാൻ ശ്രമിക്കുന്നത്? അവിടാണ് പീഡനങ്ങൾ അരങ്ങ് തകർക്കുന്നത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. സാധാരണ കൊട്ടാരക്കരക്കാരായി ഞങ്ങൾ പറയുന്നൊരു ഭാഷയുണ്ട്. ഒരുവൻ മദ്യവെച്ച് ലെക്കുകെട്ട് ഓടക്കകത്ത് കിടന്നാൽ നാട്ടുകാർക്ക് ഒരു പരാതിയില്ല. എന്നാൽ അങ്ങനെ ഓടക്കകത്ത് കിടക്കുന്നവനോട് സുവിശേഷം പറഞ്ഞ് അവനെ ഒന്ന് കുളിപ്പിച്ച് മിനുക്കി, ഒരു നല്ല വെള്ള ഷർട്ടും ഇട്ട് ഒരു മുണ്ട് പിടിപ്പിച്ച് അവനെ വേദപുസ്തകം മാറത്തോട് ചേർത്ത് പിടിപ്പിച്ച് അവനെ പള്ളിക്കകത്ത് കൊണ്ടുവന്നാൽ അവിടെ മുതൽ പ്രശ്നം ആരംഭിക്കും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. അപ്പോൾ ഇവനെ മറ്റാർക്കും വേണ്ട, എന്നാൽ അവൻ യേശുവിനെ അറിഞ്ഞാൽ കളിയാക്കലിന്റെ ശബ്ദം ആരംഭിച്ചു. നിനക്ക് നാണമില്ലേടാ? എന്തിനാടാ കൊട്ടാൻ പോകുന്നവരുടെ കൂടെ, പാട്ടുപാടാൻ പോകുന്നവരുടെ കൂടെ, എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് ഈ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോകുന്നവരുടെ കൂടെ? കണ്ടോ, അവൻ ഒരു കാലഘട്ടത്തിൽ കിടന്ന സാഹചര്യത്തിൽ ആർക്കും പരാതിയില്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി വന്നപ്പോൾ പരാതികൾ ആരംഭിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ വിഷയം കിടക്കുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിന്റെ സബ്ജക്റ്റുകളെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് വിടുതൽ എന്ന് പറയുന്ന, യേശുവിന്റെ നാമത്തിൽ വിടുതൽ എന്നുള്ള ഭാഗമാണ് ഇന്ന് രാത്രി ദേശത്തോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് നിയോഗം നൽകിയത്. 16-ാമത്തെ അധ്യായം നാം വായിച്ച 29-30 വാക്യത്തിൽ ഇനി പറയുന്ന പദം ശ്രദ്ധേയമാണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ 2 വാക്യത്തിനകത്തുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോണം. 16-ന്റെ 29-ാമത്തെ വാക്യത്തിലെ 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവൻ വെളിച്ചം ചോദിച്ചു എന്നാണ് കിടക്കുന്നത്. നിങ്ങൾ വാക്യം കണ്ടുവോ? അവൻ വെളിച്ചം ചോദിച്ചു. വേദപുസ്തകം കരത്തിനകത്തില്ലാത്തവർ ഭാരം വേണ്ട. എനിക്ക് തോന്നുന്നു മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ രക്ഷയുടെ ആഹ്വാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവൻ അവരുടെ കരത്തിൽ വേദപുസ്തകം എത്തിക്കാൻ പാകത്തിൽ ഈ സംഘാടകർ സജ്ജരായിരിക്കുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. 29-ാമത്തെ വാക്യം ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതിയാകും. അവിടെ കിടക്കുന്നത് അവൻ വെളിച്ചം ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ഒന്നാമത് ചോദിച്ചത് വെളിച്ചമാ ചോദിച്ചത്. എന്നാൽ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് വേണമെന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അവന് വെളിച്ചം വേണം. 2, അവന് രക്ഷപ്പെടാൻ ഒരു വഴിയൊന്ന് വേണം. സ്തോത്രം. എന്തോ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറയണോ, ഈ ദേശത്തിന്റെ നടുവിലും ഈ 2 സംഭവങ്ങൾ ഇന്ന് രാത്രി വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ഈ ദേശത്തിനൊരു വെളിച്ചം ഇന്ന് രാത്രി ഒന്ന് വീശിയടിക്കണോ. 2, ഈ ദേശത്തിനകത്തൊരു രക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രിയിൽ ഒന്ന് വെളിപ്പെട്ട് വരേണോ. അച്ഛാ, ഈ ദേശത്തിന് വേണ്ടുന്നത് നല്ല റോഡുകളല്ല കേട്ടോ. പുറമേ നോക്കുമ്പോൾ മനോഹരമായ റോഡുകളാണ് ഈ ഗ്രാമപ്രദേശത്തിൽ വേണ്ടുന്നത്. ഇവിടെ നല്ല അധികാരികളെ അല്ല ഇവർക്ക് വേണ്ടുന്നത്. അതൊന്നുമില്ലെങ്കിൽ സാരമില്ല. ബിസിനസ് ചെയ്യാൻ അറിയാകുന്ന നല്ല ബിസിനസ്സുകാർ ഈ ദേശത്തിൽ വന്നില്ലേലും നിങ്ങൾ ഭാരം വേണ്ട കേട്ടോ. ആമൻ. പുറത്തുള്ള വിദേശ നാണയങ്ങൾ, നന്മകൾ ഈ ദേശത്തിൽ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഭാരമൊന്നും വേണ്ട. എൻ്റെ തലമുറ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് വിദേശത്തെത്തുമോ? ഇതൊന്നും ഇന്ന് രാത്രിയിൽ ഇല്ലെങ്കിൽ സാരമില്ല. ഈ ദേശത്തിലെ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയാം, ഈ രാത്രി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങളുടെ വീടിനകത്തൊരു വെളിച്ചം ഇന്ന് രാത്രി വേണോ. 2, നിങ്ങളുടെ വീടിനകത്തൊരു രക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി വേണോ. ഈ പ്രസംഗം തീരുമ്പോൾ എൻ്റെ കർത്താവ് ഇത് ചെയ്യും എന്ന് രാത്രി ഞാൻ വിശ്വസിക്കുക. ഈ വെളിച്ചം കിട്ടാൻ എന്തോ വേണം പാസ്റ്ററെ? ഈ രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തോ വേണോ? രക്ഷപ്പെടാനും മോക്ഷം കിട്ടാനും ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, കഴിക്കാത്ത നേർച്ചകാഴ്ചകളില്ല, അർപ്പണങ്ങളും തർപ്പണങ്ങളും പൂജകളും പൂജാകർമ്മങ്ങളും അതിനനുസരിച്ചുള്ള സകല പരിപാടികളും കാൽപാദങ്ങൾ നടന്നുള്ള യാത്രകൾ ഒക്കെ ഞങ്ങൾ ചെയ്തവരാണ്. ഇനിയും ഞങ്ങൾ രക്ഷപ്പെടാൻ എന്തോ വേണോ? ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഞാൻ മാത്രമല്ല, പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ള അഭിഷക്തന്മാരുടെ ഒരു നീണ്ട നിര രാത്രി ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം നിങ്ങൾ അവസരം കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറയോ, രക്ഷപ്പെടാൻ 1 രൂപ കൊടുക്കണ്ട, ഒരു നേർച്ച കാഴ്ച നടത്തണ്ട, ഒരു സ്ഥലത്തിൽ നീ തീർത്ഥാടനം ചെയ്യണ്ട. ഇത് ഇന്ന് രാത്രി സൗജന്യമാ. 1 രൂപ കൊടുക്കാതെ രക്ഷയ്ക്കുള്ള വകുപ്പ് ഇന്ന് രാത്രി തരുന്ന നസറയന്റെ കര ഇന്ന്
ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അകത്ത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ഒന്ന്, ഇവൻ വെളിച്ചം ചോദിക്കുക. ആ പദത്തെയാണ് പ്രാരംഭ സമയം ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. വെളിച്ചം ചോദിച്ചു. എന്താണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്? വെളിച്ചം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇരുട്ട് എന്താണെന്ന് അറിയണം. കേട്ടോ, അവർക്ക് കിട്ടിയോ? വെളിച്ചമാണ് ഇവൻ ചോദിച്ചത്. അങ്ങനാണെങ്കിൽ ഇപ്പോൾ ഇവൻ കിടക്കുന്നത് ഇരുട്ടിനകത്താണെന്നല്ലേ അർത്ഥം? ഇരുട്ടിൽ കിടക്കുന്നവനല്ലേ വെളിച്ചം ചോദിക്കാൻ പറ്റത്തുള്ളൂ? രോഗമുള്ളവനല്ലേ സൗഖ്യം ആവശ്യമായിട്ട് വരത്തുള്ളൂ? അസമാധാനത്തിൽ കിടക്കുന്നവനല്ലേ സ്വസ്ഥത ആവശ്യമായിട്ട് വരത്തുള്ളൂ? തലമുറയെക്കുറിച്ച് ആഗ്രതയുള്ള മമ്മിക്കല്ലേ തലമുറയുടെ വിടുതലിന്റെ ആവശ്യകത വളരെ വലുതായിട്ടിരിക്കത്തുള്ളൂ? അങ്ങനാണെങ്കിൽ ഇവനിപ്പം വെളിച്ചം ചോദിച്ചെങ്കിൽ ഇവൻ കിടക്കുന്നത് ഇരുട്ടിനകത്താ. ഈ ഇരുട്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇരുട്ടിനെ കുറിച്ച് വേദപുസ്തകം 5 ഫലത്തിനകത്താണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ഇരുട്ട് പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ അകതാരിൽ ഞാൻ അങ്ങ് വിശ്വസിക്കുക, ഈ ദേശത്തിൽ ഒരു വെളിച്ചം വീശുമ്പോൾ ഈ ദേശത്തിന്റെ ഇരുട്ട് താനേ പൊട്ടിപ്പൊക്കോളൂ. ഇരുട്ടിന്റെ ഒന്നാമത്തെ തലം പാപമാണെങ്കിൽ ഈ ദേശത്തിനകത്ത് കൊടികുത്തി വാഴുന്ന പാപത്തിന്റെ ആസക്തിയെ നാം പോലും അറിയാതെ നമ്മളെ കയറി പിടിക്കുന്ന, ഇവിടുത്തെ തലമുറകളെ കയറി പിടിക്കുന്ന മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരിയുടെയൊക്കെ സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ പാപത്തിന്റെ ആസക്തിയെ ഇന്ന് രാത്രി കെട്ടുപൊട്ടിക്കാൻ ഒരു വെളിച്ചം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വീശുന്നതിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. എന്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിന്റെ ചരിത്രം അനുസരിച്ച് പാപത്തെ നിന്ന് രക്ഷപ്പെടാൻ 2 പ്രധാനപ്പെട്ട മാർഗങ്ങളാണുള്ളത്. പഴയ നിയമത്തിന്റെ സിസ്റ്റം അനുസരിച്ച് പാപത്തെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം നിങ്ങൾ കേൾക്കണോ? അത് ഒരു യാഗാർപ്പണമാണ്. അതെന്താ യാഗം കഴിക്കേണ്ടത്? പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മൃഗത്തെയാണ് യാഗം കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ കാളക്കുട്ടി, ആട്ടുകൊറ്റൻ, കുറുമ്പ്രാവ്, ഇതിനെയെല്ലാം പാപം ചെയ്തവൻ കൊണ്ടുവരണം. ഇന്ന് രാത്രി എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ആ സിസ്റ്റം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ കൂടെ എല്ലാം ഒരു ആട്ടുകൊറ്റൻ കണ്ടേനെ, അല്ലെങ്കിൽ ഒരു കുറുമ്പ്രാവ് കണ്ടേനെ, അല്ലെങ്കിൽ ഒരു പശുക്കിടാവ് കണ്ടേനെ. എന്നാൽ പഴയ നിയമത്തിന്റെ സിസ്റ്റം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗാർപ്പണം അത് മൃഗത്തെയാണെങ്കിൽ, പുതിയ നിയമത്തിൽ ആ സിസ്റ്റത്തെ ദൈവം പൊട്ടിച്ചുകൊണ്ട് യേശു തന്നെ ഒരു യാഗമായി അങ്ങ് മാറുക. ഇന്ന് രാത്രിയിൽ ഇനി നീ പാപത്തിന്റെ പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കേണ്ട, യേശു നിനക്ക് വേണ്ടി ഒരു യാഗമായി മാറിയിട്ടുണ്ട്. അപ്പൊ പാപം ചെയ്താൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഒരു യാഗാർപ്പണമാ. എന്നാൽ പഴയ നിയമത്തിന്റെ സിസ്റ്റം അനുസരിച്ച് പാപം ചെയ്താലുള്ള രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി ഒരു സങ്കേത നഗരത്തിനകത്ത് ഓടി ഒളിക്കണം എന്നുള്ളതാണ്. എന്താ സങ്കേത നഗരം? ശ്രദ്ധിച്ചു കേട്ടോ. ഈ രക്ഷപ്പെടാൻ വേണ്ടി, അബദ്ധവശാ ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ ഓടി ഒളിക്കേണ്ട സ്ഥലമാണ് സങ്കേത നഗരം എന്ന് പറയുന്നത്. ആ സ്ഥലത്തിനകത്ത് കയറിയാൽ പിന്നെ ഇവനെ തൊടാൻ അവകാശമില്ല. ചരിത്രം വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ട്. അത് ഈ ദേശത്തിനകത്ത് ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. ആകയാൽ സങ്കേത നഗരത്തിലേക്കുള്ള ഓടി ഒളിക്കൽ അവൻ രക്ഷപ്പെടാൻ, പാപത്തെ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരമാണ്. ഇങ്ങനെ 2 മാർഗങ്ങളാണ് പഴയ നിയമം പ്രധാനമായും അനുശാസിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് രക്ഷപ്പെടാൻ, അതാ ഇരുട്ടെന്നുള്ള പാപത്തെ പൊട്ടിച്ചു മാറ്റാൻ ഒരു വെളിച്ചമൊന്ന് വീശിയടിച്ചാൽ മതി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ ഒന്ന്, ഇരുട്ട് പാപത്തെ കാണിക്കുക. എന്നാൽ ഇരുട്ട് രണ്ടാമത് കാണിക്കുന്നത് എന്താണ്? ദൈവദാസനെ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. സങ്കീർത്തന പുസ്തകം 104-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യം. ഇരുട്ട് കാണിക്കുന്ന രണ്ടാമത്തെ തലം 104-ാം സങ്കീർത്തനോ അതിന്റെ 20-ാമത്തെ വാക്യം. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇവിടെ പറയുന്നത് കണ്ടോ? നീ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ രാത്രി ഉണ്ടാകുന്നു, കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഒന്ന്, ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണെങ്കിൽ, 2, കാട്ടുമൃഗങ്ങൾ അരങ്ങ് തകർക്കുന്ന മേഖലയാണ് ഇരുട്ടിന്റെ അന്തരീക്ഷം. മൃഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു പക്ഷെ ഞാൻ മൃഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഏതെങ്കിലും കാടിന്റെ അന്തരീക്ഷത്തിനകത്ത് കിടക്കുന്ന ഈ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹത്തെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നത്. പക്ഷേ അതല്ല ഞാൻ ഈ മൃഗം എന്ന് പറയുന്നത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. ഇരുട്ട് വരുമ്പോൾ മനുഷ്യൻ അവന്റെ സ്വഭാവം മാറ്റി മൃഗതുല്യനായി മാറുന്ന അന്തരീക്ഷത്തെയാണ് ബൈബിൾ ഇരുട്ടെന്ന് പറയുന്നത്. എൻ്റെ കൊച്ചു 10ാം ക്ലാസ് വരെ ഓക്കെ ആയിരുന്നു പാസ്റ്റേ. പക്ഷെ +1 കയറിയപ്പോൾ എന്തുവാന്ന് അറിയത്തില്ല, അവന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നു. അത് ഇരുട്ട് കയറിയത് കൊണ്ട് അവനൊരു മൃഗതുല്യനായി മാറിയതാ. മനസ്സിലാകുന്നുണ്ടോ? ആവർത്തിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാം, കല്യാണം കഴിച്ചപ്പോ എൻ്റെ ഭർത്താവ് ഓക്കെ ആയിരുന്നു പാസ്റ്റേ. പക്ഷെ വിവാഹം കഴിഞ്ഞ്
കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനകത്തൊരു മാറ്റം. എന്താ മാറ്റത്തിന് കാരണം? അദ്ദേഹം ഒരു മൃഗീയ റത്തിനകത്തേക്ക് വന്നതിന്റെ കാരണം അദ്ദേഹത്തിനകത്തൊരു ഇരുട്ട് കയറി പിടിച്ചതാണെന്നാ വേദപുസ്തകം പറയുന്നത്. നന്നായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സ്വഭാവത്തിന് വിരോധമായ രീതിയിൽ ചലിപ്പിച്ചത് ആ ഇരുട്ടിന്റെ ശക്തിയാണ്. ഇരുട്ട് വരുമ്പോഴാണ് മൃഗസ്വഭാവം പുറത്തു വരുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണോ, ഈ ദേശത്ത് നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന ചില കുടുംബങ്ങളെ മൃഗസ്വഭാവത്തിനകത്തേക്ക് വഴിതിരിച്ചു മാറ്റിയ ഈ ഇരുട്ടിന്റെ റലം ഇന്ന് രാത്രി ഒന്ന് പൊട്ടിച്ചു മാറാൻ ഒരു വെളിച്ചത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വീശിയടിച്ചാലേ പറ്റത്തുള്ളൂ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞാൻ ആ ദൂതിനെ ആത്മാവിൽ ആവർത്തിച്ചു പറയാം. എൻ്റെ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോൾ അവൻ മൃഗത്തിന് എതിരെ യുദ്ധം ചെയ്തുകൊണ്ട് യേശു ശുശ്രൂഷ കാലഘട്ടം ആരംഭിച്ചത്. ദൈവദാസനെ വചനം പറയുന്നത് ഇങ്ങനെയാ, യേശു മരുഭൂമിക്കകത്ത് ഉപവസിച്ചപ്പോ അവൻ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നെന്ന് പറയുക. അപ്പൊ മൃഗത്തിന്റെ അന്തരീക്ഷത്തിന്റെ യുദ്ധം ചെയ്തുകൊണ്ട് എൻ്റെ യേശു ശുശ്രൂഷ കാലഘട്ടം ആരംഭിക്കുന്നത് ഇല്ല. യേശുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ അനന്തരം ക്രൂശിലേക്ക് നിങ്ങൾ നോക്ക്, അവിടെ മൃഗീയ സ്വാധീനം ഉണ്ടായിരുന്നോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, കാട്ടുചെന്നായി കൂട്ടമായ ഒരു ആടിനെ പിടിച്ചപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ യേശു എന്ന് പറയുന്ന ആടെന്ന് പറയുന്ന സ്വഭാവമുള്ളവനെ ഇപ്പോൾ ചെന്നായുടെ സ്വഭാവമുള്ളൊരു കാട്ടുമൃഗം കയറി ആക്രമിക്കുക, മൃഗീയ സ്വഭാവത്തെ കാണിക്കുക. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വീണ്ടും 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 ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണെങ്കിൽ, 2 ഇരുട്ട് മനുഷ്യന്റെ മൃഗീയ സ്വഭാവത്തെ കാണിക്കുന്നതാ. ആ കുരുക്കൊന്നടിയാൻ ഒരു വെളിച്ചം ഇന്ന് രാത്രി ഒന്ന് വീശിയടിക്കുകയാണ്. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? 3 ഇരുട്ട് എന്തിനെ കാണിക്കുന്നതാ? ഉൽപ്പത്തി പുസ്തകം 19ന്റെ 5-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ സോദോമിയ ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയെ, അത് ലോത്തിന്റെ ഭവനത്തെ കയറി പിടിക്കുന്നത് രാത്രിയുടെ മറപിടിച്ചാണെന്ന വേദപുസ്തകം പറയുന്നത്. അതിന്ന് രാത്രി ഞാൻ പുറത്തുള്ളവരോടല്ല അകത്തിരിക്കുന്നവരോട് പറയുന്ന ദൂതാണ്. പുറത്തുള്ള പാപത്തിന്റെ ആസക്തി, പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ലോത്തിന്റെ വീടിനെ കയറി പിടിക്കുന്നത് രാത്രിയുടെ ഇരുട്ടിന്റെ മറപിടിച്ചാണ്. പ്രാർത്ഥിക്കുന്ന നീ സൂക്ഷിക്കണം കേട്ടോ, കൃപയ്ക്കകത്തിരിക്കുന്ന നീ സൂക്ഷിക്കണോ, അന്യഭാഷ പറയുന്ന നീ സൂക്ഷിക്കണോ, ആത്മാവിൽ ആരാധിക്കുന്ന നീ സൂക്ഷിക്കണോ. രാത്രിയുടെ അന്തരീക്ഷം വരുമ്പോൾ നിന്റെ വീടിനകത്ത് കയറിയ ചില ദൈവിക ദൂതന്മാരെ പിടിക്കാൻ പാകത്തിൽ, നിയോഗമുള്ളവനെ പിടിക്കാൻ പാകത്തിൽ ഇരുട്ടിന്റെ മറ പിടിച്ച് കയറി വരുന്ന ഒരു അന്ധകാരത്തിന്റെ സ്പിരിറ്റ് ഉണ്ട്. അതിനെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ വീടിനകത്തൊരു വെളിച്ചത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വീശിയടിച്ചാൽ മതി. മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. എന്നാൽ വേദപുസ്തകം 4-ാമത് ഇരുട്ട് പറയുന്നത് മത്തായി 26ന്റെ 31-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധേയമാണ്. ഡാനിയൽ പാസ്റ്റർ അതിങ്ങനെയാണ്, ആമേൻ, ഈ രാത്രിയിൽ എല്ലാവരും എങ്കിൽ ഇടറും എന്ന് പറയുക. അപ്പൊ ഇരുട്ടിൽ സംഭവിക്കുന്ന, രാത്രിയിൽ സംഭവിക്കുന്ന 4-ാമത്തെ കാര്യം, ഇടർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് രാത്രിയുടെ മറവിനകത്ത്. ആത്മാവിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, ആമേൻ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ. നമ്മളെക്കാൾ ഉന്നതന്മാർ പട്ടുപോയത് രാത്രിയുടെ അന്തരീക്ഷത്തിലാ. നമ്മളെക്കാൾ ശോഭിച്ചുകൊണ്ടിരുന്നവർ തകർന്നു പോയത് ഇരുട്ടിന്റെ മറപിടിച്ച. ഇന്ന് രാത്രിയിൽ കർത്താവ് ആവർത്തിച്ചു പറയുന്ന പദം നിങ്ങൾ കണ്ടോ? ആമേൻ, സ്തോത്രം. ഈ രാത്രിയിൽ എല്ലാവരും എന്നിൽ ഇടറോ. അപ്പൊ പത്രോസ് പറയാ, ഇല്ല കർത്താവേ, ആരിടറിയാലും ഞാൻ ഇടറത്തില്ലെന്ന് പറയാ എന്ന് പറഞ്ഞവനും ആ രാത്രിയിൽ ഇടറിയെന്ന് ഓർക്കണോ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വന്തം ചങ്കത്ത് കരം വെച്ചിട്ട് പറപ്പാ, ഒരു സഹിക്കാൻ പറ്റാത്ത രാത്രി വരുന്നുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ പറ്റാത്തൊരു രാത്രി വരുന്നുണ്ട്. ആര് വീണാലും ഞാൻ വീഴാൻ സമ്മതിക്കല്ലേ, ആര് തകർന്നാലും എന്റെ കൊച്ചു നശിക്കാൻ സമ്മതിക്കല്ലേ. ആരെല്ലാം നശിച്ചു പോയാലും വീണു പോയാലും, ആരൊക്കെ ശുശ്രൂഷയെന്ന് തകർന്നു പോയാലും, എൻ്റെ അകത്തുള്ള അഭിഷേകം രാത്രിയുടെ അന്തരീക്ഷത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ ഒന്ന് സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇരുട്ടിന്റെ 4 സ്വഭാവങ്ങളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇരുട്ടിന്റെ 5-ാമത്തെ സ്വഭാവം ദൈവദാസനെ ആ വാക്യം ഒന്ന് വായിക്കണോ? 2 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിന്റെ 5-ാമത്തെ സ്വഭാവം കിടക്കുക. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. ആ പദം കണ്ട ഗൗരവമുള്ളൊരു പദ ദൈവദാസനെ. പാപം ചെയ്ത ദൈവത്തിന്റെ ദൂതന്മാരെ ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്, അന്ധതമസ് ഇരുട്ട്, ഇരുട്ടിന്റെ ചങ്ങലയിട്ട് തമ്പുരാൻ എന്ത് ചെയ്തിരിക്കുക? ബന്ധിച്ചു വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അത് കേസാകും. അത് കേസായാൽ പോലീസുകാർ വരും. പോലീസുകാർ വന്നാൽ അവനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്നത് വിലങ്ങ് കൊണ്ടാണ്. ഈ വാക്യത്തിനകത്ത് പറയുകയാണ്, പാപം ചെയ്തവരെ ദൈവം അറസ്റ്റ് ചെയ്തു ദൂതന്മാരെ. എങ്ങനെ? അന്ധതമസിന്റെ ചങ്ങലയിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനകത്താ കർത്താവ് അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. അർത്ഥം ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, ഇത് ശിക്ഷാവിധിയെ കാണിക്കുക. അപ്പോൾ ഇരുട്ട് ശിക്ഷാവിധിയെ കാണിക്കുക. ആവർത്തിക്കട്ടെ, 1 ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, 2 ഇരുട്ട് മനുഷ്യന്റെ മൃഗീയ സ്വഭാവത്തെ കാണിക്കുന്നു, 3 ഇരുട്ട് പ്രാർത്ഥിക്കുന്നവന്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്ന
രാത്രിയുടെ സോതോമിയ ശക്തിയെ കാണിക്കുന്നു. 4 ഇരുട്ട് കൃപയ്ക്കകത്ത് നിൽക്കുന്നവനെ ഇടറിക്കാൻ പാകത്തിലുള്ള അന്ധകാരത്തെ കാണിക്കുന്നു. 5 ഇരുട്ട് ശിക്ഷാവിധിയെ കാണിക്കുക. ഈ ദേശം ന്യായവിധിയിൽ നിന്ന്, ഇരുട്ടിന്റെ ന്യായവിധിയിൽ നിന്ന്, ഇരുട്ടിന്റെ ചങ്ങലകളിൽ നിന്ന് ഈ ദേശം ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വെളിച്ചം ഇന്ന് രാത്രി ഒന്ന് വീശിയടിച്ചാൽ മതി. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. അതുകൊണ്ടല്ലേ വേദപുസ്തകം പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അവരുടെ അന്ധതമസ് പൊട്ടിപ്പോയി, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി. എങ്ങനെ? അവർ കർത്താവിലായപ്പോൾ ന്യായവിധി എന്ന് പറയുന്ന ബൃഹത്തായ സമ്പ്രദായത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇത് ഇരുട്ടിനെ കാണിക്കുന്നതാണെങ്കിൽ ഈ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ്. അവൻ എന്താ ചോദിച്ചത്? അവൻ പണമല്ല ചോദിച്ചത്. അവൻ എന്താ ചോദിച്ചത്? അവൻ വീടല്ല ചോദിച്ചത്. കാരാഗ്രഹ പ്രമാണി ചോദിച്ച തലമുറയ്ക്കൊരു വിസയല്ല. കാരാഗ്രഹ പ്രമാണി ചോദിച്ചത് എനിക്കൊരു വെളിച്ചം ഒന്ന് വേണമെന്നാ പറയുന്നത്. 29-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. അവൻ വെളിച്ചം ചോദിച്ച് അകത്ത് ചാടി. ഇനി ഞാൻ പറയുന്ന നിങ്ങളുടെ ഭാവനയെ കാണണം. ഇതൊരു കാരാഗ്രഹമാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേജ് ആണെന്നിരിക്കട്ടെ കാരാഗ്രഹം. ഇതിനകത്താണ് അഭിഷക്തന്മാർ കൈകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ഈ കാരാഗ്രഹ പ്രമാണിയാണ് ഇപ്പോൾ ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവം നടന്ന സംഭവമൊക്കെ ഞാൻ പ്രകാരം വിശദീകരിച്ചോളാം. ആ സംഭവം നടന്നു കഴിഞ്ഞ അനന്തരം ഈ കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ കത്തിയെടുത്ത് കുത്തിച്ചാകാൻ ഇപ്പോൾ ഇവൻ തീരും, ഇപ്പോൾ ഇവൻ ചാകും. അടുത്ത സെക്കൻഡുകളിൽ ഇവന്റെ മരണമാണ്. ഒരു പിടി തുണ്ട് കയറ്, അല്ലെങ്കിൽ ഒരു വിശക്കുപ്പി, ഇല്ല റെയിൽവേ ട്രാക്കിന്റെ ഏതെങ്കിലും ഒരു പാളത്തിൽ തലവെച്ച് ജീവിതം തീരുമെന്ന് ചിന്തിച്ച് സെക്കൻഡുകൾ കൊണ്ട് മരണത്തിനും ജീവനും ഇടയിൽ ഇവൻ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു ശബ്ദം കേൾക്കുക. അകത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് പറയുക, വെളിച്ചം എനിക്ക് വേണമെന്ന് പറയുക. അർത്ഥം, ഞാൻ ഇപ്പോൾ ഇരുട്ടില്ല, ഈ മരണത്തിന്റെ ഇരുട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ നിങ്ങളൊരു വെളിച്ചം എനിക്കൊന്ന് തരാവോ എന്ന് ചോദിക്കുക. അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നത് പ്രവാചക ആത്മാവില. ഈ ദേശത്തിനകത്ത് തന്നെത്താൻ കത്തിയെടുത്ത് കുത്തിച്ചാകാനിരിക്കുന്ന, മരണത്തിന്റെ കിണികൾക്കകത്ത് വീണു പോകാനിരിക്കുന്നവർ എവിടേക്കോ കിടന്നുകൊണ്ട് അലമുറയിട്ട് പറയുന്നുണ്ട്. അകത്ത് നിയോഗമുള്ള ദൈവത്തിന്റെ കുഞ്ഞൊന്ന് കാത് കോർപ്പിച്ചു കേട്ടോ. യേശു പറഞ്ഞു, തലപൊക്കി നോക്ക്, കൊയ്യാനുള്ള സമയം വന്നിരിക്കുന്നത് പറഞ്ഞതുപോലെ ഈ ദേശം തകഴിപ്പെട്ട ദേശത്തെ നോക്കി ദൈവാത്മാ പറയുക, കാത് കൂർപ്പിച്ചെന്ന് പ്രാർത്ഥനാ റൂമിൽ ഇരിക്കുക. അഭിഷക്തനെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ച് ഇരുട്ടിന്റെ മറവിൽ ഇപ്പോഴും തന്നെത്താൻ കത്തിയെടുത്ത് കുത്തിച്ചാകാനിരിക്കുന്ന ചിലർ ഈ ദേശത്തിന്റെ അന്തരീക്ഷത്തിനകത്തുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ബ്രദറെ. ഇന്ന് രാത്രി നീ രക്ഷപ്പെടാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്, ഇപ്പം നീ ഇരുട്ടിൽ കിടക്കുന്നത് കൊണ്ടാ മരണത്തിന്റെ ചിന്ത ഭരിക്കുന്നത്. ഇപ്പോൾ നീ അന്ധകാരത്തിൽ കിടക്കുന്നത് കൊണ്ടാ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നത്. ഈ രാത്രി രക്ഷപ്പെടാൻ നിനക്കൊരു വെളിച്ചം ആവശ്യമായിട്ടിരിക്കുക. ആ വെളിച്ചം ഇന്ന് രാത്രി ദേശത്തിന് നടുവിൽ വീശിയടിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പോഴും ഒരു ചോദ്യം വന്നു, അഭിഷക്തനെ, ഏതാ പാസ്റ്റർ ഈ വെളിച്ചം എന്ന് പറയുന്നത്? അത് നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ ഹാലജനാണോ? അല്ലെന്നേ. അത് നിങ്ങൾ വെച്ചിരിക്കുന്ന മനോഹരമായ ട്യൂബിന്റെ ഈ മനോഹരമായ ബൾബുകളാണോ? ഇതൊന്നുമല്ല. പിന്നെ ഏതാ? പകലിന്റെ അന്തരീക്ഷത്തിൽ പ്രഭാതത്തിൽ ഒരു 4 മണിയാകുമ്പോ ആമൻ തലേന്ന് രാത്രിയിൽ അസ്തമിച്ച സൂര്യൻ അങ്ങ് കിഴക്കുവാളത്തിനകത്ത് ആമേൻ അതിങ്ങനെ പൊട്ടി ഉദിച്ചുയരുന്ന ആ സൂര്യന്റെ പ്രകാശമാണോ ഈ പറയുന്നത്? അല്ല, അതെല്ലാം വെളിച്ചമാ. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന വെളിച്ചം അതല്ല. ആ വെളിച്ചമെല്ലാം നിന്റെ വീട്ടിലോട്ട് വന്നാൽ കാലക്രമത്തിൽ അത് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വെളിച്ചം ഒരു നാളും അണയാത്തൊരു വെളിച്ചമാ, ആർക്കും കിടത്താൻ കഴിയാത്തൊരു വെളിച്ചമാ. അതേതാ? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറയണം, എന്റെ ജീവിതത്തിന്റെ ഇരുട്ടിന്ന് രാത്രി ഒന്ന് പൊട്ടിമാറാൻ യേശു എന്ന വെളിച്ചം ഇന്ന് രാത്രി എന്റെ വീടിനകത്തേക്കൊന്ന് പ്രവേശിക്കണം. യേശുവിന്റെ നാമത്തില് എന്തെന്നില്ലാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി യോഗത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ചില കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലത്തിനകത്ത് കയറിപ്പിടിച്ച ഇരുട്ടുകളെ ഇന്ന് രാത്രി തമ്പുരാൻ പൊട്ടിക്കുന്നുണ്ട്. ആരുടെ ഉദരത്തിനകത്ത് കയറിപ്പിടിച്ച ഇരുട്ടുകളെ ഇന്ന് രാത്രി തമ്പുരാൻ അടർത്തി മാറ്റുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും തലമുറ ഉണ്ടാകാതെ ഉദരത്തിനകത്ത് ബന്ധിച്ച ഇരുട്ടിന്റെ റലത്തെയും ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം അടിച്ചു ദൂരെ കളയുന്നുണ്ട്. അകതാരിൽ വിശ്വസിക്കുന്നവർ പറ, എന്റെ ജോയിൻസിനകത്ത് കയറി പിടിച്ചിരിക്കുന്ന ചില ഇരുട്ടിന്റെ രോഗത്തിന്റെ റലങ്ങളെ എന്റെ യേശു ഇന്ന് രാത്രി ശാസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറ, എന്റെ ഭവനത്തിന്റെ റൂമുകൾക്കകത്ത് വ്യാപരിക്കുന്ന, എന്റെ കൊച്ചു 5 സെന്റിനകത്ത് ചലിക്കുന്ന ചില ഇരുട്ടിന്റെ അന്തരീക്ഷത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തിനകത്ത് വ്യാപരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തിയെ ഇന്ന് രാത്രി ഒരു വെളിച്ചം വീശിയടിക്കുന്നുണ്ട്. അത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് പറഞ്ഞ നാഥന്റെ വെളിച്ചമാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറയണം, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ശാസിക്കാതെ പോകുന്നത് പോലെ, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ആരും കൽപ്പിക്കാതെ പോകുന്നത് പോലെ, വെളിച്ചം ഒരു സ്ഥലത്ത് വീശിയടിച്ചാൽ ഇരുട്ട് പോകാൻ ആരും പറയേണ്ടത് താനെ പൊക്കോളൂ. ഈ രാത്രിയിൽ, ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ തന്നെ ഈ ദേശത്തിന്റെ നടുവിൽ ആമേൻ സ്തോത്രം കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനേക്കാൾ പ്രകാശമുള്ള ഒരു ശോഭ ഇന്ന് രാത്രി വീശിയടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആ
ആവർത്തിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാം, ബുദ്ധിയുടെ ഇരുട്ട് ഇന്ന് രാത്രി പൊട്ടോ. നിന്റെ കൊച്ചിന് പഠിക്കാൻ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, അവന് ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ കാലക്രമത്തിൽ ആ കൊച്ചിന്റെ ബുദ്ധിക്കകത്ത് ഒരു ഇരുട്ട് കയറി പിടിച്ചതാ മമ്മി. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബജീവിതം നീ ആഗ്രഹിച്ച് കയറിയതാ, പക്ഷെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അസമാധാനം വിതച്ചൊരു ഇരുട്ട് നിന്റെ വീടിനകത്തേക്ക് ഇടിച്ചു കയറിയതാ. ആ ഇരുട്ട് ഇന്ന് രാത്രി പൊട്ടുമെന്നാണ് ഞാൻ ആത്മാവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എത്ര അധ്വാനിച്ചിട്ടു തലമുറ ഒരു പരിധിക്കപ്പുറം വിടാതെ ആമേ സ്തോത്രം, അവനിങ്ങനെ ദേശത്തിനകത്ത് വട്ടമിട്ട് കിടക്കുന്ന ഒരു പ്രത്യേക സ്വാധീനത്തിന്റെ ശക്തി നിന്റെ കൊച്ചിന്റെ ഭാവിയുടെ മേഖലയ്ക്കൊക്കെ തിരുട്ടായി ഇന്ന് രാത്രി കയറി പിടിക്കുമ്പോൾ ആ ഇരുട്ടിനെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ വെളിച്ചം ഈ ദേശത്തിനകത്ത് വീശിയടിക്കോ എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ. കാലഘട്ടം ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ശാപം പിടിച്ചൊരു വീടിന്റെ അന്തരീക്ഷത്തിന്റെ ഇരുട്ടിന്റെ മറവിൽ തന്നെത്താൻ ആമൻ ചാകാനിരുന്നപ്പോഴാണ് എൻ്റെ മാതാവ് ഈ സത്യ വെളിച്ചത്തിനകത്തേക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ കൊണ്ടുവന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ അതിന് അടിസ്ഥാനങ്ങൾ ഇടുമ്പോൾ പൂജകൾ നടത്തണം. ആകയാൽ പൂജ ചെയ്യാൻ വന്ന പൂജാരിമാർ എൻ്റെ അപ്പനോട് ചോദിച്ചു, അർജുന സാറേ ആമൻ എങ്ങനെ ഈ സ്ഥലം കിട്ടിയത്? ലൈവ് ടെലികാസ്റ്റ് കാണുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, പല പ്രാവശ്യങ്ങൾ നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ടവരാണ്. പക്ഷേ ഈ ദേശത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലം അനുസരിച്ച് ഈ ദേശത്തിന് ഇത് വളരെ ആവശ്യമായിരിക്കുന്നതിൻ്റെ അന്തരാത്മാവിൽ ബോധ്യമുള്ളത് കൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട്. അന്ന് ഞങ്ങളെ വിടിവിച്ച സത്യ വെളിച്ചം ഇന്ന് രാത്രി സാക്ഷ്യം തീരുമ്പോഴത്തേക്ക് ഈ ദേശത്തിന്റെ നടുവിലും വെളിപ്പെട്ട് വരും എന്ന് ഇന്ന് രാത്രി ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ അതിന് അടിസ്ഥാനങ്ങൾ ഇടണം. പൂജകൾ ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്യാൻ വന്ന പൂജാരിമാർ എൻ്റെ അപ്പനോട് ചോദിച്ചു, അർജുന സാറേ ഈ സ്ഥലം എങ്ങനെയാ കിട്ടിയത്? അപ്പം പറഞ്ഞു, ഇത് കുടുംബ സ്വത്താണ്. അവർ പറഞ്ഞു, അബദ്ധം പറ്റി. എന്താ പറ്റി അബദ്ധം? സാറേ ഇവിടെ വീട് പണിയാൻ പറ്റത്തില്ല. അപ്പം ചോദിച്ചു, അതെന്നാ സാറേ? ഇത് വരത്തുപോക്കുള്ള മണ്ണ. ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ അറിയാം, വരത്തുപോക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ പറ്റത്തില്ല. അല്ലയോ ആൻറ്റി? അതെ, വീടല്ല ഒന്നും പണിയാൻ പറ്റത്തില്ല. അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്നാൽ എൻ്റെ അപ്പന് വാശിയായി, വീട് പണിതാലേ പറ്റത്തോളോ. അങ്ങനെ യേശുവിനെ ഒന്നും അറിയത്തില്ല, പക്ഷെ ആൾബലമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുണ്ട്, പാറിപ്പോകുന്ന ചെങ്കൊടിയൊക്കെ കരത്തിനകത്തെ ഇംഗ്ലാ സിദ്ധാമ വിളിച്ചു നടന്നൊരു കാലഘട്ടം. തനിക്കാരെയും ഭയമില്ലെന്നേ. അതുകൊണ്ട് താൻ ആ വീട് പണിയാൻ തീരുമാനിച്ചു. ആ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് പണി ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ കൊണ്ടിറക്കി. ആ കൂട്ടത്തിൽ 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. പണിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നവനാ. ആ മനുഷ്യൻ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് മരിപ്പാനിടയായി തീർന്നു. നാട്ടിനകത്തെല്ലാം കാട്ടുതീ പോലൊരു വാർത്ത വരുന്നു, അർജുന സാറിന്റെ കുടുംബം ശാപത്തിന്റെ മണ്ണ. അതെന്താ? പണി ചെയ്യാൻ വന്നവൻ മരണപ്പെട്ടു, അതുകൊണ്ട് ഇത് ശാപത്തിന്റെ മണ്ണാണ്. ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഈ നാട്ടുകാർക്ക് ഒരു ഗുണമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അതെല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ. ഈ ഒരു വാർത്തയുടെ പുറകെ അവരെ കുറേ നാൾ നടക്കും. പുതിയ വാർത്ത വരുമ്പോൾ അവർ പഴയത് മറന്നു വെക്കോളും. സ്തോത്രം. അത് ഈ നാട്ടുകാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ടാലന്റാ. ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ശാപമൊക്കെ ആൾക്കാർ മറക്കാൻ തുടങ്ങി. ഈ ഗ്യാപ്പിലോ എൻ്റെ അപ്പൻ പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ടോപ്പ് വാർക്കുന്ന സമയം. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ അന്ന് വയസ്സ് 22. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നതാ. വാർത്തു വെച്ചിരിക്കുന്ന ഒരു പില്ലർ ഇങ്ങനെ ചാരി നിൽക്കേ, എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുക. ഒന്ന് ഭാവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കോൺക്രീറ്റ് ടോപ്പ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് നാട്ടുകാരൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, അർജുന സാറേ അന്നോ പറഞ്ഞില്ലേ ഇത് ശാപത്തിന്റെ വീടാ സാറേ, ഇത് ശാപത്തിന്റെ മണ്ണ, ഇവിടെ ജീവൻ വാഴത്തില്ല സാറേ, ഇത് മരണത്തിന്റെ സ്ഥലമാണ്. സ്തോത്രം. കാട്ടുതീ പോലെ ദേശത്തിനകത്ത് ആ വാർത്ത വരുന്നു, അവരുടെ വീട് ശാപത്തിന്റെ വീടാ. അവിടെ നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ശാന്തമായിട്ടൊരു ദൂത് പറയാം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നാട്ടുകാരല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്ര. കുഞ്ഞെ, നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ജാതകം എഴുതുന്നവനും മന്ത്രവാദിയുമല്ല. നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്, വിളിച്ചൊരു ദൈവമുണ്ട്, വേർതിരിച്ചൊരു ദൈവമുണ്ട്. അവനത്രേ നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനകത്തിരുന്ന് സ്തോത്രം പറയുന്ന മാതാപിതാക്കന്മാരോട് ഇറങ്ങി ഞാനൊരു പദം പറയാം കേട്ടോ. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ പപ്പയും മമ്മിയും പോലും അല്ല. സ്തോത്രം. ആ ദൈവദാസനെ, എൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എൻ്റെ അപ്പനും അമ്മയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി തകഴി യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ കാണുകയില്ല. അതെന്താ പാസ്റ്റേ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ 2ാം മാസം കിടന്നപ്പോഴാണ് എൻ്റെ മാതാവ് തിരിച്ചറിയുന്നത് അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട്. ആ ജീവനാ ഞാനൊരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. അതെന്താ? ഞാനും കൂടെ ജനിച്ചാൽ എന്നെയും കൂടെ വളർത്താൻ ഒരു സാഹചര്യം എൻ്റെ വീടിനകത്ത് ഇല്ല. ആമേ സ്തോത്രം. എനിക്ക് മുമ്പ് ഓൾറെഡി ഒരാളുണ്ട്, അതെൻ്റെ സഹോദരിയാ. ഇനി ഞാനും കൂടെ വളർന്നാൽ എന്തോ ചെലവല്ലേ. അതുകൊണ്ട് എൻ്റെ മാതാവ്, അന്ന്
യേശുവിനെ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്നെ അബോർഷൻ ചെയ്ത് കളയാൻ തീരുമാനിച്ചു. പ്രശ്നം എന്താണെന്നറിയാമോ? അബോർഷൻ ചെയ്യണമെങ്കിൽ കൈ പൈസ വേണം. അതുകൊണ്ട് എൻ്റെ മാതാവ് കണ്ടെത്തിയൊരു കുറുക്ക് ബുദ്ധിയുണ്ട്. 2-ാം മാസം ഞാൻ ഉദരത്തിൽ കിടക്കുമ്പോൾ വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. കയ്യാലെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഓക്കെ, ഞാനൊരു കൊട്ടാരക്കാരനാകുന്നുണ്ട്, ആ ഭാഷയിൽ എനിക്ക് പറയാം. വലിയ തിട്ടാട മണ്ടയ്ക്ക് കയറി നിൽക്കും. എന്നിട്ട് 3, 2, 1 എന്ന് പറഞ്ഞിട്ട് അവൻ തോളോട്ടങ്ങ് എടുത്ത് ചാടും. ഞാൻ അകത്ത് ഉദരത്തിൽ 2-ാം മാസം കിടക്കുമ്പോൾ അങ്ങാണ് ഞാൻ അങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടെന്ന് വെച്ചിട്ടാ. എന്നിട്ട് ഞാൻ ചത്തില്ലെന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. അമ്മയോട് അവസാനം ആരോ പറഞ്ഞ് കപ്പയ്ക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി, കൊച്ചു കലങ്ങിപ്പോക്കോളൂ. കിലോ കണക്കിന് കപ്പയ്ക്കയും പൈനാപ്പിളും മേടിച്ചെൻ്റെ മാതാവ് തച്ചിലിരുന്ന് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്തോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നല്ലാതെ കലങ്ങി പോകുന്നില്ലേ. ഒരു ഗതിയും പരഗതിയില്ലെന്ന് കണ്ടപ്പോൾ കൊല്ലത്തിന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഡോക്ടർ ചോദിച്ചു, കാര്യം പറ. അതോ ഞങ്ങളിപ്പോൾ പ്രിപ്പയർഡ് അല്ല, ഇത് ആക്സിഡന്റ് ഉണ്ടായൊരു കുഞ്ഞ്, ഞങ്ങളിപ്പോൾ ഇതിനെ പ്രിപ്പയർഡ് അല്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കാണ് ആവശ്യം, തീർത്ത് കളയാം. അന്ന് നിയമങ്ങൾ ഇത്രയും കർക്കശമില്ല. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഇഞ്ചക്ഷൻ തരാം, കുറച്ച് ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ റൂമിനകത്ത് വെച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ അബോർഷനുള്ള കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കും. അന്ന് ആ മനുഷ്യൻ തിരിച്ചങ്ങ് വീട്ടിൽ പോയി. പിറ്റേന്ന് വന്ന ഡോക്ടറിന്റെ മാതാവിനെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. അതോ നമുക്ക് ഈ കുഞ്ഞിനെ കൊന്നു കളയണോ? ചോദ്യം. സ്തോത്രം. എൻ്റെ അമ്മ വെച്ചു എന്നാ പറച്ചില്ല. ഇന്നലെ സമ്മതിച്ചേച്ചും പോയതല്ലേ. അമ്മൻ എൻ്റെ മാതാവ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു സമ്മതിച്ചിട്ടൊക്കെ ശരിയാ, പക്ഷെ ഇന്നലെ രാത്രി പോയി കിടന്നിട്ട് എനിക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അച്ഛാ, എൻ്റെ മുഖം കാണാത്ത ഡോക്ടർക്ക് സ്വസ്ഥത കൊടുക്കാത്തതാരാ? അവനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ഒരു ഫറവോനിയ ശക്തിക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ഒരു ഹെരോദ മണ്ഡലത്തിനെ തകർത്ത് തരിപ്പണമാക്കാൻ നിന്റെ കൊച്ചിനെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ സന്തതി വളരത്തില്ലെന്ന് പറയുന്ന അതേ കൊട്ടാരത്തിൽ വളർത്താൻ ശക്തിയുള്ളൊരു ദൈവത്തെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ഒത്തിരി സംസാരിച്ചപ്പോൾ അവസാനം ഡോക്ടർ ചോദിച്ചു, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്നാ? അമ്മ പറഞ്ഞു, സാറേ ഇത് ഭയങ്കര ചെലവാ, ഇതിനൊക്കെ വളർന്നു വരുമ്പോൾ ഇതിന് പഠനത്തിന് പുസ്തകം വേണ്ടേ, ബാഗ് മേടിക്കേണ്ടേ, ചെലവല്ലേ. ഡോക്ടർ പറഞ്ഞൊരു എളുപ്പബുദ്ധി പറഞ്ഞു തരാം. അതെന്നാ? അമ്മൻ എന്തായാലും ഇതിന് മുമ്പിട്ട് ഒരാളുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എനിക്ക് മുമ്പ് ഒരാളുണ്ട്, അതെന്റെ സഹോദരിയാ. അപ്പൊ ഇത് 2-ാമത്തതല്ലേ? അതെ, ഇത് 2-ാമത്തതാ. അപ്പൊ പിന്നെ ചെലവ് കുറവല്ലേ? അമ്മ ചോദിച്ചു, അതെങ്ങനെയാ? എന്തായാലും ആ മൂത്തതിന് പുസ്തകം മേടിക്കണമല്ലോ, അടുത്ത വർഷമല്ലേ ഇതിന്റെ കൂടെ എത്തത്തുള്ളൂ. ആ പുസ്തകം നമുക്ക് ഇതിന് കൊടുക്കാം, സെക്കൻഡ് ഹാൻഡ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം. അടുത്ത വർഷം എത്തുമ്പോൾ അവർക്ക് എന്തായാലും പുതിയ ബാഗ് മേടിക്കണം. അപ്പോൾ പിന്നെ ആ പഴയ ബാഗ് കളയണ്ട, അത് നമുക്ക് ഇവനോട് കൊടുക്കുക. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. അവസാനം പലതും പറഞ്ഞ് കൗൺസിൽ ചെയ്തപ്പോൾ എൻ്റെ മാതാ പറഞ്ഞു, എന്നാൽ പിന്നെ ആട്ടെ വരനടുത്ത് വെച്ച് കാണാം, എന്തായാലും മൊത്തവും ദാരിദ്ര്യമാണ്, ഇനി ഒരു കൊച്ചും കൂടെ എനിക്കട്ടെ, എന്നാൽ പിന്നെ അബോർഷൻ വേണ്ട സാറേ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ റൂം വിട്ട് പുറത്തോട്ടിറങ്ങാൻ നേരം ഡോക്ടർ കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്നാ? ഇന്നലെ രാത്രി ഒരു ഇഞ്ചക്ഷൻ തന്നില്ലേ? കുറേ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ? അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊച്ചിനുണ്ടാകും. അമ്മ ചോദിച്ചു, അതിനിപ്പോൾ എങ്ങനെ? അതൊരു കാലിന് നീളം കൂടുതലും ഒരു കാലിന് നീളം കുറവും, അല്ലെങ്കിൽ തലയൊട്ടി, ഇല്ല കണ്ണിൻ്റെ കാഴ്ചശക്തി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. നല്ലോണം നോക്കിക്കോണം കേട്ടോ. സ്തോത്രം. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ചാടിക്കുത്തി ഇറങ്ങിപ്പോകും. സ്തോത്രം. എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നം ഉണ്ടാകും. എൻ്റെ മാതാവ് ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നൊരു പദമുണ്ട്. സത്യത്തിൽ ആ ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവർ അമ്മമാർ അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അവർ അപ്പയെ അവരെ കാണാൻ വന്ന് വലിയ ലഡു ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ടാണ്. പക്ഷെ നീ ജനിച്ചപ്പോൾ നിന്റെ അപ്പം നിന്നെ കാണാൻ വന്നത് നീളമുള്ളൊരു ടേപ്പ് മേടിച്ചുകൊണ്ടാണ്. സ്തോത്രം. കാലൊക്കെ അളന്ന് നോക്കാം കൃത്യമാണോ എന്ന്. നേഴ്സ് ചോദിക്കും, ഈ മനുഷ്യൻ കൊച്ചു കാല് പിടിച്ച് എന്നാ ചെയ്യുന്നേ? അപ്പം പറഞ്ഞു, ചുപ്പരഹോ മിണ്ടല്ലേ, കാലിൻ്റെ നീളമൊക്കെ കറക്റ്റാണോ നോക്കിക്കോട്ടെന്ന്. സ്തോത്രം. എൻ്റെ തമ്പുരാനെ, ഇച്ചിരി നീളം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആവർത്തിച്ചിന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന സന്തതി വാഗ്ദത്തത്തിൻ്റെതാണെങ്കിൽ അതിനെ തൊടാൻ ലോകത്തിന്റെ ഒരു ആധിപത്യത്തിനും ദൈവം അനുവദിക്കത്തില്ല. നീ അല്ല നിന്റെ കൊച്ചിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത്. കരഞ്ഞത് മതി മമ്മി, വിലപിച്ചത് മതി മമ്മി, ആമൻ ദുഃഖിച്ചത് മതി കേട്ടോ. ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ആകുലത എല്ലാം മാറ്റിവെച്ചോ. ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഇന്ന് രാത്രി കർത്താവ് പറയാ, അതിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണേ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവകുഞ്ഞിന്റെ പ്രത്യാശയാ. അതുകൊണ്ടാണ് ഡാനിൽ പാസ്റ്ററെ പാട്ടുകാരൻ പാടുന്നത്, തൻ ഭാവിയല്ല അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് പാടുക. കരമൊന്ന് ഉയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറയാമോ? ദേശത്തിനകത്ത് കാട്ടുതീ പോലെ ആ വാർത്ത വരുന്നു. അവരുടെ കുടുംബം ശാപത്തിൻ്റെതാ. അന്ന് രാത്രി എൻ്റെ കസിൻ ബ്രദറിനെ വലിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് മനസ്സിലായി. സ്തോത്രം. ആ ദിവസങ്ങൾ മുതൽ എൻ്റെ മാതാവിൻ്റെ ഭക്തി വർദ്ധിക്കാൻ തുടങ്ങി. ഹിന്ദു വിശ്വാസപ്രകാരം അത്യാവശ്യം ഒരു നല്ല നായർ പശ്ചാത്തലത്തിലാണ് എൻ്റെ മാതാവ് ജനിച്ചതും വളർന്നതുമൊക്കെ. കൊല്ലം ജില്ലയിൽ മുഖത്തലായി എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു നല്ല നായർ വീട്ടിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട തൻ്റെ ജീവിത സാഹചര്യം. കൊച്ചുപ്രായം മുതൽ കുടുംബവും കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾക്കകത്ത് ജീവിച്ചു വന്ന ഭക്തിയുള്ളൊരു സ്ത്രീയാണ് എൻ്റെ മാതാവ് എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ താന് വിളിച്ചപേക്ഷിച്ച തൻ്റെ പ്രീതിയുള്ള ദൈവങ്ങളുടെ അടുക്കലെല്ലാം പോയി ശാപത്തിൻ്റെ ബന്ധനം അഴിയാൻ. പക്ഷേ താൻ അഭയസ്ഥാനം കൊണ്ട് ഒരു സ്ഥലത്തും ഈ ശാപം അഴിയാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഈ ഇരുട്ടിൻ്റെ റലമൊന്നും മാറാൻ പറ്റാതിരിക്കുമ്പോൾ, ഇരുട്ടും അന്ധകാരവും ഞങ്ങളുടെ വീടിനെ കുറ്റാക്കുറ്റിരുട്ടിനകത്ത് അവൻ കേർന്ന് കിടിച്ച് ആ ദിവസങ്ങൾ രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോൾ, ഇനി രക്ഷപ്പെടാൻ എന്തു വേണമെന്നറിയത്തില്ല. രാവിലെ കുളിച്ചൊരുങ്ങി സെറ്റിസാരി ഉടുത്ത് ശിവന്റെ ക്ഷേത്രത്തിനകത്ത് പോയി പൂജകൾ നടത്താതെ കിച്ചണിൽ പോലും കയറാത്തൊരു കാലഘട്ടം തനിക്കുണ്ടായിരുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, അത്ര ഭക്തിയുള്ള പെന്തക്കോസുകാരില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ രാവിലെ കുളിച്ചൊരുങ്ങി പ്രാർത്ഥന ഭാഗയിലിരിക്കുന്ന എത്ര ബന്ധക്കൂസുകാരുണ്ട്? ഇല്ല. സ്തോത്രം. രാവിലെ കുളിച്ചൊരുങ്ങി സെറ്റ് സാരി എടുത്ത് ശിവന്റെ ക്ഷേത്രത്തിൽ പോയി പൂജകളൊക്കെ നടത്തും. എന്നിട്ട് അടുക്കളയിൽ പോലും എൻ്റെ മാതാവ് കയറും. അത്ര ഭക്തിയോടെ ജീവിച്ചു വന്നവൾ. താന് ഓരോ എടുക്കൽ ചെന്നിട്ട്
പരിഹാരത്തിന് വേണ്ടി നിശ്ചിത സംഭവത്തിൻ്റെ പേരൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്കിഷ്ടമല്ല. സ്തോത്രം. താൻ പ്രത്യേക സ്ഥലങ്ങൾക്കകത്തൊക്കെ ചെന്ന് പരിഹാരം വരുത്തുന്നവർ ആ കാലഘട്ടത്തിലുണ്ടല്ലോ. അവിടെ ചെന്ന് പ്രശ്നത്തിന് പരിഹാരമൊക്കെ അവർ ചോദിക്കുമ്പോൾ പറയും, ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്ററുകൾ മാറി ഒരു പ്രത്യേക പ്രതിഷ്ഠയുണ്ട്, അവിടെ ചെന്ന് ഞാൻ പറയുന്ന രീതിയിലുള്ള പൂജകളൊക്കെ നടത്തിയാൽ നിന്റെ വീടിൻ്റെ ഇരുട്ട് മാറും. ആമേൻ. കയ്യിലെ പണമെല്ലാം എടുത്ത് വണ്ടിക്കൂലി എല്ലാം മുടക്കി എൻ്റെ മാതാവ് അവിടെ ചെല്ലും. അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് അനന്തരം വരുമ്പോഴും ഒരു പ്രസാദവും ഇല്ല. ജീവിതത്തിൻ്റെ ഇരുട്ട് മാറാതെ അതേ ഇരുട്ടിനകത്ത് തന്നെ മുങ്ങപ്പെട്ട് കിടക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലും. ചെന്നിട്ട് പറയും, സാറ് പറഞ്ഞതുപോലെ 60 കിലോമീറ്ററോളം അപ്പുറം ചെന്നു കേട്ടോ, അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു, പക്ഷേ ഇരുട്ട് മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ പറഞ്ഞ് ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഈ മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു, അത് പ്രസാദിച്ചു കേട്ടോ, ഏതാ ഇപ്പൊ പോയെടുത്ത സംഭവമില്ലേ, അതങ്ങ് പ്രസാദിച്ചു. അപ്പോൾ മറ്റേ അടുത്തത് കോപിച്ചിരിക്കുക. അതിനെന്തോ വേണം, അത് 80 കിലോമീറ്റർ അപ്പുറയാ, അവിടെ പോയി ഇനി ഞാൻ പറയുന്ന മറ്റേ പരിപാടിയൊക്കെ ചെയ്യണം. അവിടെ പോയി അടുത്ത ലിസ്റ്റൊക്കെ കൊടുക്കും, പണമെല്ലാം എടുത്ത് പൈസയെല്ലാം മുടക്കി വണ്ടിക്കൂലി മുടക്കി അവിടെ പോയി കാര്യങ്ങളും പൂജകളും എല്ലാം നടത്തി തിരിച്ചു വരുമ്പോഴും ഇരുട്ട് മാറത്തില്ല. അതേ ഇരുട്ടിൻ്റെ അന്ധകാരത്തിനകത്ത് കുരുക്കപ്പെട്ട് കിടക്കും. എൻ്റെ മാതാവ് വീണ്ടും ചെന്നിട്ട് പറയും, സാറ് പറഞ്ഞതുപോലെ അവിടെയും ചെന്ന് പ്രസാദിച്ചു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നോക്കിയിട്ട് പറഞ്ഞു, അത് രണ്ടും പ്രസാദിച്ചു കേട്ടോ. അപ്പോഴെന്താ പ്രശ്നം, അപ്പം മൂന്നാമത്തെ ഒരെണ്ണമുണ്ട്, അതിപ്പിച്ചിരി പണങ്ങിയിരിക്കുക, അവിടെ പോയി നമുക്ക് ഒന്നുകൂടെ അതിനെ ഒന്ന് പ്രസാദിപ്പിക്കണം. 33 കോടിയെ പ്രസാദിപ്പിച്ച് വന്നപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പോക്കറ്റിലെ പണം തികയാതെ വന്നു. ഇന്ന് രാത്രിയിൽ ഒന്നിനെയും വിമർശിക്കാനല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? പണം കൊടുത്ത് പ്രസാദിപ്പിക്കുന്ന ഒരുത്തനല്ല അവൻ. സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് എൻ്റെ ദൈവം സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. 1 രൂപയില്ല കേട്ടോ, ഒരു നേർച്ച കാഴ്ച വേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് ഇന്ന് രാത്രി വാ, അവൻ ഇന്ന് രാത്രി സ്വസ്ഥതയുടെ ദൈവമാണ്. സ്തോത്രം. ആ രാത്രിയിൽ എൻ്റെ മാതാവ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ അന്ന് രാത്രിയിൽ മരണം 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 എന്ന് മനസ്സുകൊണ്ട് ആവർത്തിച്ച് ഭാവം പിടിച്ച വീടിൻ്റെ അങ്കണത്തിനകത്തേക്ക് കസേര വലിച്ചിട്ട് അന്ന് രാത്രി മരിക്കാൻ താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉപദേശി ഒരു ആത്മീയ യോഗം നടത്തിയ രാത്രിയ അല്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം നടത്തിയ ഒരു യോഗമാണ്. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനകത്ത് ഒരു ഉപദേശി ഉണ്ടച്ചാ, എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. സഞ്ചിക്കകത്ത് നിറച്ച ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നൊരു സാധാരണ ദൈവദാസൻ അഭിഷക്തനെ. അദ്ദേഹത്തിൻ്റെ കാലിനിച്ചിരി സ്വാധീനത്തിൻ്റെ കുറവുണ്ട്. അദ്ദേഹം ഇങ്ങനെ മുടന്തിയാണ് വരുന്നത്. നാട്ടിൽ ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ പേരല്ല വിളിക്കുന്നത്, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈകല്യത്തിൻ്റെ കുറവ് പിടിച്ചുകൊണ്ടാണ്. ആമൻ. മുടന്തനുപദേശി വരുന്നു കേട്ടോ, മുടന്തനുപദേശി വരുന്നു. ആമൻ. സുവിശേഷത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഭയങ്കരമാണ്, പക്ഷേ ഒരു ലജ്ജയില്ലാത്തൊരു മനുഷ്യൻ എല്ലാ മാസവും ഞങ്ങളുടെ നാട്ടിനകത്ത് വരും. ആമൻ. അന്നിൻ്റെ മാതാവ് മരിക്കാനിരുന്ന രാത്രിയുടെ പകൽ ആ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിനകത്തുണ്ടായിരുന്നു. പകൽ തുടങ്ങിയ തൻ്റെ സുവിശേഷ പ്രവർത്തനം വൈകിട്ട് താൻ പരിസമാപ്തിയിലേക്ക് എത്തിച്ചു. ദൈവദാസനെ എനിക്കറിയത്തില്ല അദ്ദേഹം വെള്ളം കുടിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, ഒന്നും എനിക്കറിയാൻ പാടില്ല. അവസാനത്തെ വീട്ടിലും കയറി പ്രാർത്ഥിച്ച് താൻ ഇറങ്ങുമ്പോൾ സ്വർഗം തുറന്നിട്ട് തന്നോട് പറഞ്ഞു, എൻ്റെ ഭക്തനെ, ഇന്ന് രാത്രി ഈ ദേശം നീ വിട്ടുപോകരുത്, ഈ ദേശത്തിന് നടുവിൽ ഒരു പ്രാർത്ഥന നീ സംഘടിപ്പിക്കണം. ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, എന്താപ്പാ കാരണം? ദൈവം തന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിന് നടുവിൽ ഒരു പ്രാർത്ഥനാ യോഗം നീ സംഘടിപ്പിക്കാമെങ്കിൽ മരണത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി ഞാൻ അടിച്ചു കാണിക്കാം. ദൈവം തന്നോട് പറഞ്ഞതിന്റെ ഒറ്റപ്പേരിൽ ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോളെന്ന് പറയുന്ന സഹോദരിയുടെ വീടിനകത്ത് കയറി മനുഷ്യൻ ചോദിച്ചു, സഹോദരി ഇത്തിരി നേരത്തേക്ക് വീടുന്ന് തരാമോ? ആ സഹോദരി ചോദിച്ചു, എന്താ ഭാഷ കാരണം? ദൈവം എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ദേശത്തിന് നടുവിൽ പ്രാർത്ഥന നടത്താമെങ്കിൽ മരണത്തിന്റെ കെട്ടുകളെ ദൈവം അഴിച്ചു കാണിക്കോ. ആമൻ. ആ സഹോദരി വീടിന്റെ മിറ്റം വിട്ടുകൊടുത്തു. ചരല് കൊണ്ട് നിറയപ്പെട്ട മിറ്റം, ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തിന്റെ കാലിന്റെ സ്വാധീനത്തിന്റെ കുറവ് നോക്കാതെ കുറെ പുൽപ്പാ വാരിക്കൊണ്ടിട്ട് അതിനകത്ത് മുട്ടുകുത്തി. അന്ന് ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് എത്തിയിട്ടില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന അരണ്ട വെളിച്ചത്തിനകത്ത് ഇറങ്ങുന്ന വെളിച്ചത്തിന്റെ നടുവിൽ കൃപ പ്രാപിച്ച മനുഷ്യൻ ദേശത്തിന്റെ ഇരുട്ടൊന്ന് പൊട്ടിമാറാൻ പ്രാർത്ഥന അന്ന് രാത്രി ആരംഭിച്ചു. ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഡാനിൽ പാസ്റ്റർ എടുത്തു പറയുന്നൊരു പദമുണ്ട്, അതിനുശേഷമോ അതിനു മുമ്പോ അങ്ങനെ ഒരു ഉണർവ് ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടില്ല. ആമൻ. ഒരു നോട്ടീസ് അടിക്കാതെ, ഒരു കൺവെൻഷൻ ബോർഡ് വെക്കാതെ, ആരെയും വിളിക്കാതെ അന്ന് രാത്രി ആ മനുഷ്യൻ സ്തോത്രം പറഞ്ഞു തുടങ്ങിയ യോഗത്തിൽ ക്രിസ്ത്യാനികൾ ഒരു കുഞ്ഞാടിനെ പോലെ വന്നിരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഈ ദേശ പ്രാദേശിക ദൈവസഭയുടെ അഭിഷക്തനെ, നമ്മുടെ അകത്തെ ആരാധനയുടെ അഭിഷേകം ശക്തിയുള്ളതാണെങ്കിൽ ദേശം ഒരു കാന്തം മുട്ടുസൂചി ആകർഷിക്കുന്നത് പോലെ ഇനിയും പലതിനെയും വലിച്ചു പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. പെന്തക്കോസ് ദിവസം 3000 പേർ ദൈവസഭയ്ക്കകത്ത് കയറിയത് ഒരു നോട്ടീസും ഫ്ലെക്സ് ബോർഡും വെച്ചിട്ടല്ല, അകത്തെ ആരാധനയുടെ ശക്തിയുള്ളതായപ്പോ ദേശത്തിനകത്തൊരു 3000 എണ്ണം അകത്ത് കയറിയതുപോലെ ഈ ദേശത്തിനകത്ത് ദൈവം ചിലത് ചെയ്യട്ടെ. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ ദൈവത്തോട് ഇങ്ങനെ സ്തോത്രം പറയുമ്പോൾ ക്രിസ്ത്യാനികൾ വന്നിരുന്ന ദൈവത്തോട് ആ മനുഷ്യൻ ചോദിച്ചു, അപ്പാ ഇനി ഞാൻ എന്തോ വേണം? ദൈവം പറഞ്ഞൊരു പാട്ടുപാടി എന്നെ ആരാധിക്കണം. 100 കണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ കാണാനറിയാവുന്ന ഉപദേശി അന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തോട് ചോദിച്ചു, ഏത് പാട്ടുപാടിയപ്പാ ഞാൻ നിന്നെ ആരാധിക്കേണ്ടത്? ദൈവം പറഞ്ഞു, ആമേൻ, കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നത് എന്തിന് നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ
ഞാൻ നിന്നെ കൈവിടുമോ? ഈ പാട്ടൊന്ന് പാടി എന്നെ ആരാധിക്കണം. തൻ്റെ മുഴുവൻ ആർജവും ശബ്ദവും എടുത്ത് താൻ ആ പാട്ട് പാടാൻ തുടങ്ങി. ഇന്നും എനിക്കറിയത്തില്ല ദൈവദാസനെ, അവിടെ ഇരുന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികളെ ആ പാട്ട് സ്പർശിച്ചു വന്നു മക്കളെ. എന്നാൽ 2 വീടപ്പുറം മാറി അവൻ അന്ന് രാത്രിയിൽ ശാപം പിടിച്ച വീടിൻ്റെ ഇരുട്ടിൻ്റെ മറ പിടിച്ച് ആ രാത്രി തന്നെത്താൻ ചാകാനിരുന്ന് ആത്മഹത്യ ചെയ്യാനിരുന്ന എൻ്റെ മാതാവിൻ്റെ കാതിനകത്തല്ല ഹൃദയത്തിനകത്തേക്ക് അവര് വന്ന് പതിച്ചു. എൻ്റെ മാതാവ് ആദ്യമായി ജീവനുള്ള യേശുവിനോട് പ്രതികരിക്കാൻ തുടങ്ങി. കരുതുന്നൊരു ദൈവം ജീവനോടുണ്ടോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്നൊരു ദൈവം ജീവനോടുണ്ടോ? അങ്ങനാണെങ്കിൽ ആ യേശുവിനെ കൂടെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാ. ഒരു കച്ചിത്തുരുമ്പിനകത്ത് കയറി പിടിക്കുന്ന സന്തോഷത്തോടെ അവസാനമായി കിട്ടിയ പിടിവള്ളിക്കകത്ത് ആ പാട്ടിന്റെ വരി പിടിച്ച് എൻ്റെ മാതാവിനൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനാ പോകുന്നേ? ക്രിസ്ത്യാനികളുടെ യോഗത്ത് ഹിന്ദുക്കൾ പോയിരിക്കുന്നത് ശരിയാണോ? അല്ലാതെ ശരിയല്ലെന്ന് ചിന്തിച്ച എൻ്റെ മാതാവ് അന്ന് രാത്രി ഇരുട്ടിനകത്ത് വീണ്ടും മുങ്ങിത്താഴാൻ നേരം ആ കസേരയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ചോർത്തു പിടിച്ചിരിക്കുമ്പോൾ പാട്ടിന്റെ 2ാമത്തെ സ്റ്റാൻസ് എത്തി. ആമേൻ ദൈവദാസനെ, ഞാൻ അബ്രഹാമിന്റെ ദൈവമല്ലയോ, ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ഈ വരി കേട്ടപ്പോ പിന്നെ എൻ്റെ മാതാവിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. താൻ കസേര വിട്ട് ചാടി എഴുന്നേറ്റു. ഇന്നും എൻ്റെ മാതാവ് പറയുന്നൊരു പദമുണ്ട്, സത്യത്തിൽ അത് ഞാൻ എഴുന്നേറ്റതല്ലടാ, ആരോ എൻ്റെ കരം പിടിച്ചെന്നെ എഴുന്നേൽപ്പിച്ചതാ. അതാരാണെന്ന് എനിക്ക് അന്ന് പറയാൻ അറിയാൻ പാടില്ല ദൈവദാസനെ. പക്ഷെ എൻ്റെ 34ാമത്തെ വയസ്സിൽ അഭിമാനത്തോടെ ഞാൻ പറയാ, എൻ്റെ മാതാവിന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചവനെയാ ഇന്ന് രാത്രിയിലും ഈ തകഴി ദേശത്തിനകത്ത് ഞാൻ പ്രസംഗിക്കുന്നത്. അത് നസറയനായ യേശുവിന്റെ നാമമാമേ. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. അന്ന് രാത്രി എൻ്റെ മാതാവ് മീറ്റിങ്ങിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. എനിക്കറിയാം പല ജാതീയ പലതിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ട്. മതവ്യത്യാസമില്ലാതെ ജാതീയ വ്യത്യാസമില്ലാതെ ഇന്ന് രാത്രി യോഗത്തിൽ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം, ഒരു ദൈവദാസൻ എന്ന രീതിയിൽ ഒത്തിരി ആനന്ദം. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്, ആ മിറ്റത്തിന്റെ ഓരം തെന്നി മാറി ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് അവർ നട്ടിരുന്നൊരു വാഴയുണ്ട്. ആ വാഴയുടെ മറ പിടിച്ച് എൻ്റെ മാതാവ് പോയിരുന്നു. ആമേൻ. ഇപ്പോൾ ഈ മീറ്റിങ്ങിന്റെ ഏറ്റവും പുറകിൽ അത്രയും കസേരയിലും ആ തൂണിലൊക്കെ ചാരി നമ്മുടെ സഹോദരങ്ങൾ നിൽക്കുന്നത് പോലെ ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ഒരു വാഴയുടെ മറ പിടിച്ചൊരു ചെളിക്കൂട്ടത്തിനകത്ത് പോയി എൻ്റെ മാതാവ് ഇരുന്നു. സാധാരണ എപ്പോഴും ഞാൻ പറയുന്നൊരു പദമാണ്, പെന്തക്കോസ്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഫാനിന്റെ കീഴിലൊന്നുമല്ല, ഒരു AC റൂമിനകത്തൊന്നുമല്ല, ഒരു കസേരക്കകത്തും പ്രാർത്ഥന പായിലുമല്ല. പെന്തക്കോസ്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു വാടിയുടെ ചെളിക്കൂട്ടത്തിനകത്തിരുന്ന. നീ ഇരിക്കുന്ന സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. നീ എവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന അത് ദൈവത്തിന് വിഷയമല്ല. ഇരിക്കാൻ നിനക്കൊരു കസേര പോലും കാണത്തില്ല, അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. വിടുവിക്കാൻ ഇന്ന് രാത്രി ഒരുവൻ ഇറങ്ങി വന്നാൽ, വെളിച്ചവുമായി ഇന്ന് രാത്രി ഒരുവൻ ഇറങ്ങി വന്നാൽ, നിന്റെ ഇരുട്ട് പൊട്ടിമാറ്റാതെ അവൻ ഇന്ന് രാത്രി മാറി പോകത്തില്ല. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ യോഗത്തിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് ഹല്ലേലൂയ. പുറമേ നിന്ന് നോക്കുമ്പോൾ അഭിമന്യു പാസ്റ്റർക്ക് ഇന്ന് 10 വേദിയൊക്കെ ഉണ്ടച്ചാ. പുറമേ നോക്കുമ്പോൾ എന്നെ വർഷങ്ങളായിട്ട് ബന്ധമുള്ളൊരു ദൈവദാസനാണ് ആടിൽ പാസ്റ്റർ. ഇപ്പോൾ ആ 10 വേദിയിലൊക്കെ ഒന്ന് കയറി വരാൻ തുടങ്ങിയത്. ആമേൻ സ്തോത്രം. സാധാരണ പലരും ചോദിക്കും, എങ്ങനാ ശുശ്രൂഷയുടെ രീതി, എങ്ങനാ വിജയിച്ച് കയറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആമേൻ സ്തോത്രം, വചനമാണോ, വചനത്തിന്റെ ശക്തി കൊണ്ടാണോ, സാക്ഷ്യം കൊണ്ടാണോ കയറി വന്നേ, അതോ പ്രാർത്ഥനയിലാണോ, പ്രവചനമാണോ, നിങ്ങളുടെ അഭിഷേകം എന്നെ രോഗശാന്തിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറയാറുണ്ട്, പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും വചനവും രോഗശാന്തിയും ഒന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല ഈ കയറി വന്നത്. വാഴയുടെ മറവിൽ എൻ്റെ മാതാവ് പോയിരുന്നപ്പോൾ അന്നോ തമ്പുരാൻ പറഞ്ഞതാ, തലമുറ എന്തായാലും ഞാൻ ലജ്ജിപ്പിക്കത്തില്ല, കുഞ്ഞുങ്ങളെ എന്തായാലും ഞാൻ നിരാശയിലേക്ക് തള്ളിവിടത്തില്ല, അവരെ എന്തായാലും ഞാൻ പട്ടിണിക്കിടത്തില്ല. കർത്താവിനെ കണ്ടെത്താൻ അന്ന് രാത്രി വാഴയുടെ മറവിൽ നിന്ന് പ്രാർത്ഥിച്ചവർക്ക് തമ്പുരാൻ കൊടുത്തൊരു അനുഗ്രഹമാ തലമുറകളായി ഞങ്ങൾ 2 പേരും അനുഭവിക്കുന്ന നന്മ. കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ദൈവം നമ്മൾ ഇത്രയും മാനിച്ചതിൻ്റെ രഹസ്യം നിനക്കറിയാമോ? തമ്പുരാൻ നമ്മൾ ഇത്രയും ഉയർത്തിയതിൻ്റെ രഹസ്യം അറിയാമോ? എന്നെക്കാൾ ഉപയോഗിക്കപ്പെടുന്ന എൻ്റെ സഹോദരിയെ കേട്ടോ, അതെനിക്ക് എവിടെയും പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. ദൈവം നമ്മൾ ഇത്രയും മാനിച്ചതിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ? ചില രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ, ചില ഇമിഗ്രേഷനിലൊക്കെ ക്യൂ നിൽക്കുമ്പോൾ എപ്പോഴും ഒന്നല്ല, പക്ഷെ അറിയാതെ ചിലപ്പോഴൊക്കെ അങ്ങ് കണ്ണ് നിറഞ്ഞു പോകും. ദൈവത്തോട് ചോദിക്കുക, വാപ്പാ ഈ രാജ്യം ഇങ്ങനൊരു കോൺഫറൻസ് നടത്തുമ്പോൾ കേരളത്തിൽ ഇത്രയും അഭിഷക്തന്മാരുണ്ടായിരിക്കെ ഏറ്റവും ചെറിയവരായി ഞങ്ങളുടെ പേരെന്താ അപ്പോൾ അവർ സെലക്ട് ചെയ്തേ? ഇപ്പോഴൊക്കെ തമ്പുരാൻ കാതിനോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, എടാ അത് നിൻ്റെ പ്രാർത്ഥനയൊന്നുമല്ല, അതിൻ്റെ വചനത്തിൻ്റെ ശക്തിയൊന്നുമല്ല, നിൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞൊരു വാക്തത്വമാ, തലമുറ എന്തായാലും ഞാൻ കൈവിട്ട് കളയത്തില്ല. ദാവീദ് പറയുന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ ബാലനായിരുന്നു, ഞാനിപ്പോൾ വൃദ്ധനാണ്, ഇതിനിടയിൽ ഒന്നു മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്താ ദാവീദേ നീ കാണാത്തത്? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും മാത്രം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആവർത്തിച്ചു പറയാ, യേശു എന്ന വെളിച്ചത്തിലേക്ക്
ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി നീ വന്നാൽ നിന്റെ ഇരുട്ട് പൊട്ടിമാറിയാ നിന്നെ മാത്രമല്ല 1000 തലമുറ വരെ നീതി കാണിക്കുന്നൊരു ദൈവത്തെയായി ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രമല്ല. ഇതിനകത്തിരിക്കുന്ന കർത്തൃദാസന്മാർക്ക് നിങ്ങൾ സമയം കൊടുക്ക്, അവരുടെ സാക്ഷ്യത്തിന് വേണ്ടി സമയം കൊടുക്ക്. എന്നെക്കാൾ ഈടുറ്റ സാക്ഷ്യം പറയാൻ ശക്തിയുള്ള ത്രാണിയുള്ള അഭിഷക്തന്മാർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. അവർ പറയും, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടിട്ടില്ല, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നിരാശയ്ക്കകത്ത് വീണുപോയിട്ടില്ല, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് കഷ്ടമെല്ലാം മാറിയെന്നല്ല ഈ പറയുന്നത്. കഷ്ടത ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വീണാലും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം പിന്നെയും കാണാൻ സ്വർഗം എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയാം, വാ യേശുവിലേക്ക്. ഒരു രൂപ കൊടുക്കണ്ട, ഒരു കുന്തിരിക്കം പുകക്കണ്ട, ഒരു നേർച്ച കാഴ്ച നടത്തണ്ട. ഇന്ന് രാത്രി വാ യേശുവിലേക്ക്. ഈ വെളിച്ചം ഇന്ന് രാത്രി നിനക്ക് സൗജന്യമാ. അവൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാ ഞാൻ എന്തോ വേണം? എനിക്കൊരു വെളിച്ചം വേണമെന്ന് അവൻ പറയുക. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. അന്ന് രാത്രി വാഴയുടെ മറവിനകത്തിരുന്ന് എന്റെ മാതാവ് ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ. ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, കൈകാലുകൾ ചലിപ്പിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, കണ്ണുകൾ കൊണ്ട് നോക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഒറ്റ കാര്യം എനിക്കറിയണം അപ്പാ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വാഴയുടെ മറവിലേക്ക് ഒന്ന് ഇറങ്ങി വരാമോ? താനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മാതാവ് സാക്ഷ്യത്തിൽ പറയുന്ന അടുത്ത പദം എങ്ങനെയാ? ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരുവനെ കാണുകയാണ്, തേജസ്സൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ വേഗത്തിലേക്ക് ഒരുവൻ ഇറങ്ങി വരുന്നു. കണ്ടാൽ മനുഷ്യനെ പോലെ രൂപമാ, പക്ഷെ ഇറങ്ങി വന്നതിന് മേഘത്തിന്റെ നടുവില. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയാം, നമ്മൾ ആരാധിക്കുന്ന ഒരു അമ്മൂമ്മക്കഥയുടെ കെട്ടുകഥയുടെ ദൈവത്തെയല്ല, യേശു ഒരു അത്ഭുതത്തിന്റെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ 6 സെക്കൻഡിൽ ദൈവദാസനെ നടക്കുന്നൊരു അനുഭവം, 6 സെക്കൻഡിൽ നടക്കുന്നൊരു അനുഭവം. 6 സെക്കൻഡ് കൊണ്ട് ഇറങ്ങി വന്ന മേഘരൂപത്തിന്റെ സാദൃശ്യത്തെ താൻ കണ്ടു. ഇന്നും എന്റെ മാതാവ്, എനിക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ തമ്പുരാന്റെ കൃപയാൽ ഇന്ന് കേരളത്തിൽ പ്രയോജനപ്പെടുന്ന ഒട്ടുമിക്ക അഭിഷിക്തന്മാരുടെ നമ്പരും ഇന്ന് എന്റെ ഫോണിനകത്തുണ്ട്. പക്ഷേ ഇന്നും എനിക്കൊരു ഭാരം വരുമ്പോൾ ഞാനിവരെ ആരെയോ അല്ല ആദ്യം വിളിക്കുന്നത് എന്റെ മാതാവിനെയാ. അവൻ ഇന്നേക്ക് കുറച്ച് നാൾക്ക് ഒരു ഹോസ്പിറ്റൽ സംബന്ധമായ വിഷയത്തിനകത്ത് ഞാൻ അകപ്പെട്ട് കിടന്നപ്പോൾ ഞാൻ ആരെയും അറിയിച്ചില്ല. പക്ഷെ എന്റെ അമ്മയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ആ സാക്ഷ്യം ഒന്നുകൂടെ പറയാവോ? അവസാനം അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ സാക്ഷ്യം നിന്നോട് പറഞ്ഞാടാ, നിനക്ക് ബോറടിക്കത്തില്ലേടാ? ഇല്ല. ഇപ്പോഴും കേൾക്കുമ്പോൾ അകത്തൊരു ബലമേറ്റെടുക്കുന്നത് പോലെ യേശുവിനെ കണ്ടു എന്നുള്ള ഭാഗം എത്തുമ്പോൾ ഇപ്പോഴും ഞാൻ ചോദിക്കും, മുഖം കണ്ടായിരുന്നോ? അമ്മ പറയും, മുഖം മാത്രം കണ്ടില്ലടാ, അത് തേജസ് വാരി ചുറ്റൊരു മുഖമായിരുന്നു. പക്ഷെ ആ കൈകൾ കൊണ്ട് എന്റെ കണ്ണുനീരിനെ തുടക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞതാ. തൊട്ടതാരാ എന്നറിയാൻ എന്റെ മാതാവ് കണ്ണു തുറന്നപ്പോ അത്ഭുതമാ. കണ്ണു തുറന്നപ്പോ തനിക്ക് മനസ്സിലായി, ദൈവദാസനെ താനിപ്പോ ഇരിക്കുന്ന വാഴയുടെ മറവിലല്ല, ആ മീറ്റിംഗിന്റെ ഫ്രണ്ടിൽ തുറയില്ല. ഇതിനിടയിൽ വെച്ച് എഴുന്നേറ്റത് എനിക്കറിയില്ല, 6 സെക്കൻഡ് കൊണ്ട് നടന്നത് എനിക്കറിയില്ല, വഴി തെറ്റാതെ ഫ്രണ്ടിൽ വന്നിരുന്ന് എനിക്കറിയത്തില്ല. ആകയാൽ പെന്തക്കോസിനകത്ത് ആത്മവിവശതയില്ലെന്ന് ആര് പ്രസംഗിച്ചാലും ഞാൻ തിരിച്ചു പറയോ, വിശ്വസിക്കുന്നവനെ അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളം കരത്തിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. നീ ഇരിക്കുന്നത് കസേരയിലോ പ്രാർത്ഥനാ പായിലോ, നീ ഇരിക്കുന്നത് വീടിന്റെ അന്തരീക്ഷത്തിലോ, നീ പോലും അറിയാതെ നിന്നെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു നാഥൻ ഇന്ന് രാത്രിയിൽ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ പറ, ഈ ദൈവത്തെ എത്ര പേർക്ക് ഇന്ന് രാത്രി വേണോ? ഈ ജീവനുള്ള യേശുവിനെ എത്ര പേർക്ക് ഇന്ന് രാത്രി വേണോ? ഈ സത്യവാനായ ദൈവത്തെ, വെളിച്ചത്തിന്റെ നാഥനെ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വേണോ? ആമേൻ, സ്തോത്രം. എന്റെ മാതാവ് കണ്ണു തുറന്നപ്പോൾ ഫ്രണ്ടിലാണ്. അവർ ക്രിസ്ത്യാനികൾ പാട്ട് നിർത്തി ചോദിച്ചു, ദർജനക്കുട്ടിയുടെ ഭാര്യയല്ലേ ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്നത്? അവസാനം എന്റെ മാതാവ് തിരിച്ചൊരു പദം പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ യോഗത്തിൽ വന്നേ, ആ ഉപദേശം പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഷാകാരിരുന്നവളാ. എൻ്റെ വീട് ഇരുട്ടിൻ്റെ വീടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ ഈ പാട്ട് കേട്ടു, പാട്ടിൻ്റെ വരി കേട്ട വാഴയുടെ മറ പിടിച്ചു വന്നിരുന്നപ്പോൾ ഞാനൊരുവനെ കണ്ടു. ആരെയാ നീ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മാതാവ് തിരിച്ചു പറഞ്ഞു, ഞാൻ കണ്ടവനെ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. അടുത്തെൻ്റെ മാതാവ് പറഞ്ഞ പദമാണ് കഴിഞ്ഞ 20 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നത്. എൻ്റെ യേശു ജീവിക്കുന്നെന്ന്. ലജ്ജയില്ലെങ്കിൽ കരവും ശബ്ദം ഉയർത്തി പറഞ്ഞ്, എൻ്റെ യേശു എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞ്, എൻ്റെ യേശു ജീവിക്കുന്നു. പോരാ പോരാ പോരാ, ശബ്ദം ഉയർത്തി പറഞ്ഞ്, എൻ്റെ യേശു ജീവിക്കുന്നു. ഈ ദേശത്തിലെ സകല കുട്ടി പിശാചുക്കളും കേൾക്കട്ടെ, ഉറക്കെ പറഞ്ഞ്, ജീസസ് ഈസ് അലൈവ്, യേശു ജീവിക്കുന്നു. അവിടുന്ന് തിരിച്ചിട്ട് മാതാവ് സ്വഭവനത്തിലേക്ക് വന്നു. സത്യത്തിൽ അത്രയും പറഞ്ഞ സാക്ഷ്യങ്ങൾ അവസാനിപ്പിക്കാൻ എൻ്റെ മുമ്പിൽ സമയം ഓൾറെഡി ടൈം കഴിഞ്ഞു. സ്തോത്രം. ഒറ്റപ്പദം ഞാൻ പറഞ്ഞു നിർത്താൻ പോവാം. സ്തോത്രം. അവിടെ മുതൽ പ്രശ്നങ്ങൾ സങ്കീർണമായി രൂക്ഷമായി സ്വന്തം നാട് വിട്ടുപോകേണ്ട അവസ്ഥകളൊക്കെ വന്നു. പക്ഷേ ദീർഘനാൾക്ക് ശേഷം അതേ സ്ഥലത്തിലേക്ക് ദൈവം ഞങ്ങളെ മടക്കും. അമ്മ അറിഞ്ഞ യേശുവിനെ അപ്പം മുറുകെ പിടിച്ചു. അപ്പൻ്റെ സാക്ഷ്യം മറ്റൊന്നാണ്, അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇന്ന് ഓടനാവട്ടം പരിത്തിരയിലൂടെ നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഐ വെൽക്കം യു ഓൾ. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതേ സ്ഥലത്തിൽ വന്ന് നോക്കിച്ചാൽ അർജുനൻകുട്ടിയുടെ വീടെന്ന് ചോദിക്കുക, അവർ പറയും അർജുനൻകുട്ടിയുടെ വീടെന്നല്ല, അർജുനൻകുട്ടിയുടെ ദൈവം അവരെ മാനിച്ചു. സ്തോത്രം. ഇന്ന് ശാപം പിടിച്ചു എന്ന് പറഞ്ഞ അതേ സ്ഥലത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നൊരു ഭവനം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. വീട് കിട്ടിയെന്ന് പറയാൻ എന്താ സന്തോഷം? അതൊരു സന്തോഷമൊന്നുമല്ല, അതൊക്കെ പൊളിഞ്ഞു പോകുന്നതാ. പക്ഷെ വീടിന്റെ ടോപ്പിൽ 100-100 പേർക്കിരിക്കാവുന്ന ഒരു രക്ഷയുടെ പ്രാർത്ഥനാ ടവർ എൻ്റെ അപ്പൻ ഉയർത്താൻ കർത്താവ് ഭാഗ്യം നൽകി. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏതാണോ ശാപം എന്ന് പറഞ്ഞത്, ഏതാണോ ഇരുട്ടെന്ന് പറഞ്ഞത്, ഏതാണോ അന്ധകാരം എന്ന് പറഞ്ഞത്, അവിടെ ഒരു വെളിച്ചം വീശാൻ ഞങ്ങളുടെ
കൂടാരത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം തിരിച്ചെങ്കിൽ ഈ ദേശത്തിന്റെ ഇരുട്ട് പൊട്ടിമാറും. വിശ്വസിക്കുന്നവ എത്ര ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്? ഒരു വെളിച്ചം ഇന്ന് രാത്രി ഇതിനകത്തേക്ക് വീശിയടിക്കോ. നിന്റെ അകതാരിൽ ഇന്ന് രാത്രി നീ കണ്ണു തുറന്ന് നോക്കിക്കോ. സ്വർഗത്തെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി കുനിഞ്ഞു നോക്കുന്നുണ്ട്. യേശു എന്ന വെളിച്ചം ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അവൻ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ വെളിച്ചം എനിക്ക് വേണം. പിന്നെ പറയാ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? 5 വിടുതലുകളാണ് പ്രവൃത്തിയുടെ പുസ്തകം. നിർത്തുകയാണ്. ആമേൻ. ഒന്നാമത്തെ വിടുതൽ ലുദിയായുടെ വിടുതൽ. ഞാൻ ആ വാക്യെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ പ്രസംഗിക്കാൻ സമയമില്ല. ഒന്ന്, ഇവിടെ ലുദിയായുടെ വിടുതലാണ്. ലുദിയ വിടിവിക്കപ്പെട്ടത് വചനത്താലാണ്. ചെറുതൊരു ഹാലലിയ പറഞ്ഞേ. വചനം ഈ ദേശത്തെ വിടിവിക്കും. അഭിഷേക്തന്മാരെ, ഇതിനി പ്രസംഗിക്കല്ല. ഇന്നു മുതൽ ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 5 കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഈ ദേശം വിടിവിക്കപ്പെടാൻ, ചില ലുദിയമാർ വിടിവിക്കപ്പെടാൻ. ഒന്ന്, വചനം ഈ ദേശത്തിനകത്ത് വരണം. ഈ 16-ാം അധ്യായത്തിന്റെ 2ാമത്തെ വിടുതൽ വെളിച്ചപ്പാടത്തിയുടെ വിടുതലാണ്. വെളിച്ചപ്പാടത്തി എങ്ങനെ വിടിവിക്കപ്പെട്ടെന്നറിയാമോ? അഭിഷക്തന്മാരുടെ അധികാരത്തിന്റെ ശക്തി കൊണ്ടാണ്. ഈ ദേശത്തിനകത്ത് കൃപയുള്ള അഭിഷക്തന്മാർ നടുകയും കുറുകയും നടന്ന് യാത്ര ചെയ്യുക. നിങ്ങളുടെ അധികാരത്തെ ഇന്ന് രാത്രി ഉപയോഗിക്കുക. രോഗങ്ങളെ നോക്കി നിങ്ങൾ കൽപ്പിക്കുക. ചില വെളിച്ചപ്പാടത്തിമാർ വിടിവിക്കപ്പെടും. ഈ പുസ്തകത്തിൽ ഈ 16-ാമത്തെ അധ്യായത്തിന്റെ 3ാമത്തെ വിടുതൽ എന്ന് പറയുന്നത് ഈ അഭിഷക്തന്മാരുടെ വിടുതല. പ്രാർത്ഥിച്ച ഈ ദൈവദാസന്മാർ ബന്ധിക്കപ്പെട്ടതാ. എന്നാൽ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തമ്പുരാൻ തുറക്കാൻ ഉപയോഗിച്ചത് ഇവരുടെ ആരാധനയുടെ ശക്തിയാ. ഈ ദേശത്തിൽ ആരാധനായ ഒരുവൻ ഇറങ്ങി വരും. അതിന്റെ യേശുവ. അങ്ങനെ ചിലർ വിടിവിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി അവന് മാത്രം ആരാധന കൊടുത്ത് ഹല്ലേലൂയ ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 1, വചനത്താലുള്ള വിടുതൽ. 2, അധികാരത്താലുള്ള വിടുതൽ. 3, ആരാധനയാലുള്ള വിടുതൽ. എന്നാൽ ഈ 16-ാം അധ്യായത്തിൽ 4ാമത്തെ വിടുതൽ ബന്ധിക്കപ്പെട്ട് കിടന്ന സഹതടവുകാരുടെ വിടുതല. അവർ വിടിവിക്കപ്പെടാൻ കാരണം ഈ അഭിഷക്തന്മാർ ഇരുന്ന് പാടിയപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിച്ചു. ഇവിടെ എന്താ ഈ നടക്കുന്നേ? ഇവരുടെ പ്രസംഗം എന്താ ഇവർ ഈ പാടുന്നേ? ഇവരുടെ പ്രാർത്ഥന എന്താ? ജസ്റ്റ് ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ സഹതടവുകാർ വിടിവിക്കപ്പെട്ടു. ഈ ദേശത്തിനകത്ത് വചനം ഒരാളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നിന്നെ വിടുവിക്കുന്നൊരു ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. ഈ 16-ാം അധ്യായത്തിലെ 5ാമത്തെ വിടുതൽ കാരാഗ്രഹ പ്രമാണി വിടുതൽ. അവൻ വിടിവിക്കപ്പെടാൻ ഒരു വെളിച്ചം അവനിലേക്ക് വന്നു. എല്ലാ കണ്ണുകളും അടച്ചട്ടെ. ഹൃദയം തുറന്ന ദൈവത്തോട് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചേ. എത്ര പേർ ഇന്ന് രാത്രി പറയും, രക്ഷ പ്രാപിപ്പാൻ ഒരു വെളിച്ചം ഇന്ന് രാത്രി ഇറങ്ങും. രക്ഷപ്പെടാൻ ഒരു ജീവന്റെ നാഥൻ ഇന്ന് രാത്രി ഇറങ്ങും. ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഈ ചോദ്യം ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക്. പാസ്റ്റർ, എനിക്ക് യേശുവിനെ വേണം. എനിക്ക് അവനെ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കണം, വാ കൊണ്ടൊന്ന് ഏറ്റുപറയണം. എനിക്ക് രക്ഷിതാവായി ആ സാന്നിധ്യത്തിലേക്ക് ഇന്ന് രാത്രി വരണം. എൻ്റെ വീടിനകത്തൊരു സ്വസ്ഥത വേണം, എനിക്കൊരു സമാധാനം വേണം. ഇതുവരെ എൻ്റെ യേശു എൻ്റെ വീട്ടിൽ വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് പണം കൊടുക്കാതെ കിട്ടുന്ന സൗജന്യമായ മാർഗമാണെങ്കിൽ എനിക്ക് രക്ഷ വേണം. സ്തോത്രം. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി ആവർത്തിച്ച് ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു. ആമേൻ. സ്തോത്രം. അതെ, എൻ്റെ വീടിനകത്തൊരു രക്ഷ വേണം. എൻ്റെ തലമുറ രക്ഷപ്പെടണം. എൻ്റെ കൊച്ചു യേശുവിനെ അറിയണം. എൻ്റെ വീടിനകത്തൊരു രക്ഷയുടെ വാഗ്ദത്തം ഉദിക്കണം. എൻ്റെ വീട്ടിൻ്റെ ഇരുട്ട് പൊട്ടി മാറണം. സമാധാനത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, ആമേൻ 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 ആമേൻ, ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ എൻ്റെ കൂടാരത്തിൽ നിന്ന് അഴിഞ്ഞു പുറത്തു പോകണം. എൻ്റെ വീടിനകത്തൊരു സ്വസ്ഥത വാഴണം. എനിക്ക് എൻ്റെ യേശുവിനെ ഹൃദയത്തിലൊന്ന് വിശ്വസിക്കണം. സ്തോത്രം. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ആഗ്രഹമുള്ളവർ മാത്രം കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാട്ടെ. എൻ്റെ വീടിനകത്തൊരു രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, രക്ഷിക്കപ്പെടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരുടെ കരമാണ് ഈ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആ കരം ഉയർത്തി പിടിച്ചവർ മാത്രം ഒന്ന് സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരുമിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യെസ്, ആ ഹസേരകൾ വിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇന്ന് രാത്രി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ചേർന്ന് ഇവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച് പ്രത്യേക ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ചൊരിയുന്ന രാത്രിയാ. ആ ഫ്രണ്ടിൽ ത്രോയിൽ കസേര ഉയർത്തിപ്പിടിച്ച ബ്രദറെ ഒന്ന് കണ്ണു തുറന്നു നോക്കാമോ? അച്ഛാ, ഒന്ന് കണ്ണു തുറന്നു നോക്കാമോ? പരിശുദ്ധാത്മാവ് പൊതുവേദികളിൽ പ്രവചിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും സാധാരണയില്ല. പക്ഷേ ഈ ദേശത്തെ സ്നേഹിക്കും കർത്താവ് ഇന്ന് രാത്രി ഇങ്ങനെ നിങ്ങളോട് പ്രവചിച്ച് പറയാൻ പറയുന്നു. തീക്കകത്തൊന്നും വലിച്ചെടുത്തൊരു കൊള്ളിയാ കേട്ടോ. മരണത്തിന്റെ താഴ്വരയിൽ വീണു പോകേണ്ടതാ. 1, 2, 3 വാമേൻ, എതിർപ്പാളയത്തിൽ നിന്നും ആയിരക്കണക്കിന് വിഷമുള്ളുകളും മരണത്തിന്റെ ഗണികളും നിന്നെ കയറി പിടിച്ചതാ. നീ ഈ വർഷം നിൽക്കുന്നത്, ആയുസോടെ നിൽക്കുന്നത്, ബലത്തോടെ നിൽക്കുന്നത് ദൈവത്തിന്റെ ദയ നിങ്ങളുടെ ശിരസിനകത്തുള്ളത് കൊണ്ട് മാത്രമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയാൻ പറയുന്നു. ഇതുവരെ ഇല്ലാത്തൊരു ബ്ലെസ്സിങ്സ്, ഇതുവരെ ഇല്ലാത്തൊരു അനുഗ്രഹം, പാതി വഴിയിൽ അവസാനിച്ചു നിൽക്കുന്ന ചില പണികളെ തുടരാൻ പാകത്തിൽ നിന്റെ വീടിനകത്തേക്ക് ഒരു വെളിച്ചം വീശി അടിക്കാൻ പോകുന്നെന്ന് ആത്മാവ് പറയുന്നു. ഈ വർഷത്തിന്റെ ഏപ്രിൽ മാസം സംബന്ധിച്ച് ഈ ദേശത്തിന്റെ നടുകിൽ ഒരു വലിയ സാക്ഷ്യത്തോടെ ജനിച്ചു വളർത്തപ്പെട്ട മണ്ണിൽ, ഈ ദേശം എന്നല്ല ദൈവനോട് പറയുന്നത്, ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലത്തിനകത്ത് ഒരു വലിയ സാക്ഷിയായി കർത്താവ് നിന്നെ നിർത്താൻ പോകുന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുന്ന എല്ലാ ഹൃദയങ്ങളും തുറന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിനകത്ത്, യേശുവിന്റെ നാമത്തിൽ ഫ്രണ്ടിലിരിക്കുന്ന സഹോദരി ഇന്ന് രാത്രി
രാത്രിയിൽ കർത്താവിന്റെ ദാസിയെ കണ്ണു തുറന്ന് നോക്കിക്കേ ആൻറ്റി. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ആൻറ്റി കണ്ണു തുറന്ന് നോക്കിക്കേ. ആമേൻ സ്തോത്രം. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യാൻ പറയുന്നു യേശുവിന്റെ നാമത്തിനകത്ത്. നീ എനിക്ക് വേണ്ടി ഒരു വിടുതലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിനക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്, പക്ഷെ നീ രക്ഷപ്പെടാനല്ല നീ പറയുന്നത്. ദൈവദാസൻ ഈ വാക്യം വായിച്ചപ്പോൾ നീ പറഞ്ഞു, അതെ എന്റെ വീട്ടിലും ഇങ്ങനെ ഒരു വാക്കുണ്ട്, രക്ഷപ്പെടാൻ എന്തോ വേണോ. നീ രക്ഷപ്പെടാൻ നീ ഒരിക്കലും ചോദിച്ചിട്ടില്ല, പക്ഷെ നിന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ചിലതൊന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി അത് ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരാൻ പോവുക. അന്തരീക്ഷങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ചേഞ്ച് ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി എന്നോട് ദൂത് പറയാൻ പറയുന്നു. വിശ്വസിക്കുന്നവരൊക്കെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ആമൻ തറച്ചിരുന്നൊരു വിഷമുള്ള ആമൻ എന്റെ കർത്താവ് വന്ന് ഊരിയെടുത്ത് കളയുന്നത് പോലെ, ആ മുറിവുകളെ യേശു വെച്ച് കെട്ടുന്നത് പോലെ, ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ 10 മടങ്ങ് ഭാരമാ നിന്റെ ഹൃദയത്തിനകത്തേറ്റ ചില മുറിവുകളെ എന്റെ യേശു ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിച്ചോ. ആ ഹൃദയത്തിലേക്ക് ഒരു ഭയങ്കര സ്വസ്ഥതയുടെ വാഗ്ദത്തം, ആ ഹൃദയത്തിലേക്ക് ഒരു സ്വസ്ഥതയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി കർത്താവ് തരുന്നുണ്ട്. ഒരു അസാധാരണമായ സമാധാനം നിന്റെ കൂടാരത്തിൽ ഈ രാത്രിയിൽ അധികാരത്തോടെ അഭിഷക്തന്മാരായി ഞങ്ങൾ ചോർന്ന് ഇന്ന് രാത്രി കൽപ്പിക്കുന്നു. വിശ്വസിക്കുന്ന സമാജമെല്ലാം സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. നിങ്ങൾ ദയവായിട്ട് ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. ആന്റിമാരെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. ദയവായിട്ട് നിൽക്കുന്നവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾക്ക് വേണ്ടി സഭ ഒരുമിച്ച് ചേർന്ന് ആമേൻ. നാളുകളിൽ യേശുവിന്റെ വരവ് താമസമെങ്കിൽ നിങ്ങളാണ് ഈ ദേശത്തിന്റെ വിത്തെന്ന് പറയുന്നത്. നിങ്ങൾ മുഖാന്തരമാണ് നിങ്ങളുടെ വീടിനകത്ത് രക്ഷയുടെ മഹത്വം കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നത്. എന്നോട് കർത്താവ് പറയാൻ പോകുന്നത് ഏതൊക്കെയോ രോഗങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് അഴിക്കാൻ പോകുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിടെ എടുത്തു പറയാൻ പറയുന്നു ഏതൊക്കെയോ മാരകമായ വർഷങ്ങൾ പേറി നടക്കുന്ന ചില രോഗത്തിന്റെ ആസക്തികളെ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ആ സ്വസ്ഥാനങ്ങൾ വിട്ട് എഴുന്നേറ്റ് ആമൻ നിങ്ങൾക്കും ഫ്രണ്ടിലേക്ക് വരാം. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകും. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം ദൈവദാസനെ. ആമൻ. ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം, സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ഇനി ആ സ്ഥാനങ്ങളിൽ ഇരിക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തുറയിലേക്ക് വരാം. അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക. അഭിഷക്തനെ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, അടുത്ത 3 ദിവസം കഴിയുന്നതിനേക്കാൾ മുമ്പ് അല്ല, ഈ കൺവെൻഷൻ കഴിഞ്ഞ് 3 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ദേശത്തിനകത്ത് ഒരു അടയാളം വെളിപ്പെട്ട് വരുന്നുണ്ടെന്ന് കർത്താവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. അത് പ്രത്യക്ഷത്തിലല്ല, ഐ റിപ്പീറ്റ്, അത് പരോക്ഷത്തിനകത്ത് ഇൻവിസിബിൾ ആയിട്ട് ചിലർക്ക് മനസ്സിലാകുന്ന ഒരു സൈൻ എന്റെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. ആത്മാവ് ഇന്ന് രാത്രി പറയാൻ പറയുന്നു. വിശ്വസിക്കുന്നവരൊക്കെ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിച്ചേ. അഭിഷക്തനെ വന്നാട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിനകത്ത് ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്ന അധികാരത്തിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി തന്റെ ദാസനെ ഞങ്ങൾ ചോർന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേരെ സ്നാനപ്പെടുത്താൻ ഈ കരങ്ങളെ ദൈവം ശക്തീകരിക്കാൻ പോകുമെന്നോ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ ദേശത്തിനകത്ത് സ്നാനത്തിന് വേണ്ടി മാത്രം അറിയപ്പെടുന്ന ഒരു കോർണർ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കാൻ പോവുക. അവിടെ വേറെ ഒരു പരിപാടിയില്ല. അവിടെ സ്നാനത്തിന് വേണ്ടി മാത്രം അറിയപ്പെടുന്ന ഒരു കോർണർ അത് പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുന്നത്. അത് വണ്ടി കഴുകാനുള്ളത്, കാളയെ കുളിപ്പിക്കാനുള്ള സ്ഥലമല്ല. അവിടെ സ്നാനങ്ങൾ മാത്രം നടക്കുന്ന ഒരു കോർണർ, അങ്ങനെ ഒരു സ്ഥലം ഈ ദേശത്തിനകത്തുണ്ട് ദൈവദാസനെ. ഈ വെള്ളമൊഴുകുന്ന ഒരു സ്ഥലം യേശുവിന്റെ നാമത്തിൽ ഒരു ചെറിയ കെട്ടുപോലെ വെച്ചിരിക്കുന്നത്, ഒരു ആമേൻ സ്വന്തം കെട്ടിവെച്ചിരിക്കുന്ന ഒരു അതിരിട്ടിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളമുള്ളൊരു കൂട്ടങ്ങളുടെ സ്ഥലം, അത് കർത്താവ് നിങ്ങൾക്ക് അവകാശം തരുന്ന നല്ല കാലഘട്ടങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചോ. എന്തെന്നില്ലാത്ത ചില സൗഖ്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കപ്പെടാൻ പോകുമെന്ന നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നീ അധ്വാനിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അധ്വാനത്തിന്റെ നന്മകൾ ഒരു പരിധിക്കപ്പുറം നിന്റെ കരത്തിനകത്തേക്ക് തരത്തില്ലെന്ന് പറയുന്ന ചില സ്പിരിറ്റുകളെ ഇന്ന് രാത്രി എന്റെ സ്വർഗ്ഗം ശാസിച്ച് ദൂരെ കളയുന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. കരത്തിനകത്ത് വരുന്നതല്ല, ഓട്ടസഞ്ചിക്കകത്ത് നന്മയിടുന്നത് പോലെ ചോർത്തിക്കളയുന്ന സ്വാധീനത്തെ ഇന്ന് രാത്രി സ്വർഗ്ഗം അടിക്കുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ദൈവദാസനെ. ഒരു ഭയങ്കര മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. തലമുറയാണ് വിഷയമല്ലയോ. ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, എന്റെ കരം ഞാൻ അവരുടെ മേൽ വെക്കാൻ പോവുക, എന്റെ കരം ഞാൻ അവരുടെ മേൽ വെക്കാൻ പോവുക. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ കൊച്ചെത്തിയിട്ടില്ല എന്ന് നീ പറയുന്ന ചില വിഷയത്തിന്റെ രൂക്ഷത ഇന്ന് രാത്രി സ്വർഗ്ഗം അടിച്ച് ദൂരെ കളയാൻ പോകുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുന്നു. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല. ഈ രാത്രി നീ യോഗത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു അത്ഭുതമാണ് കർത്താവിനോട് പറയുന്നത്. ഈ ശരീരം ഇങ്ങനെ ഇരിക്കേണ്ട ശരീരമല്ല. ഇത് പണ്ടേ വീണു പോകേണ്ട ഒരു ആമൻ ശരീരമാ. ആമൻ ജനലിനോട് ചേർത്തടിപ്പിച്ചിരിക്കുന്ന ഒരു കട്ടില്. ആ കട്ടിലകത്ത് പണ്ടേ നീ വീണു പോകേണ്ടവള്. ഇന്ന് രാത്രി നീ ഇവിടെ വന്ന് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവത്തിന്റെ ബലം നിന്റെ ശിരസിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, എന്തെന്നില്ലാത്തൊരു അഭിഷേകം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തിയുടെ പവർ. നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു ദൈവകരം, നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു ദൈവകരം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു ദൈവകരത്തിന്റെ മഹത്വം. ഒരു കൃപാവരം ഞാൻ നിന്റെ ശിരസിനകത്തിടും കേട്ടോ. ഒരു കൃപാവരം ഞാൻ നിന്റെ ശിരസിനകത്തിടും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ഇപ്പോ യേശുവിന്റെ നാമത്തിൽ കൃപാവരത്തിന്റെ
ഈ ഉദരത്തിനകത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഞാൻ നിന്റെ ശിരസിനകത്തേക്ക് പകരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. പ്രാർത്ഥിച്ചേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മോളെ, കർത്താവിനോട് പറയുന്നു, നീ ഈ സ്ഥലത്തിനുള്ളവളല്ല, ഇത് നിന്റെ സ്ഥലമല്ല, ഇവിടെ അല്ല നീ നിൽക്കേണ്ടത്. നിന്റെ വേരുകൾ പതിയുന്നത് ഇതര രാജ്യങ്ങൾക്കകത്തായിരിക്കും. മണ്ണുകളെ ഭേദിച്ച് നീ പുറത്തു ചാടും. കർത്താവിനോട് അങ്ങനെ പറയാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ നീ കണ്ടു വളർന്ന സ്ഥലങ്ങളും അവൻ യാത്ര ചെയ്ത മണ്ണുകളൊന്നുമല്ല, അതിനേക്കാളും അപ്പുറം ഈ വർഷം ഇനിയും നിനക്ക് ട്രാവലിംഗിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് തരുന്നൊരു നല്ല സീസൺ നിനക്ക് വേണ്ടി സ്വർഗം ആരംഭിക്കാൻ പോകുന്നെന്ന്. നിനക്ക് വേണ്ടി ചില പ്രത്യേക പേപ്പറുകൾ മൂവ് ആകും, ചില ഡോക്യുമെന്റ്സുകൾ, ചില സൈനുകളുടെ സിഗ്നേച്ചറുകൾ നിനക്ക് വേണ്ടി സ്വർഗം ഭാവിയെ തിരിക്കുന്ന ലാംഗ്വേജ് സംബന്ധിച്ചുള്ള ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് തുറക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുക. വിശ്വസിക്കുന്നവരൊക്കെ ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചോ. എത്ര പേർ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കും? ഒരുമിച്ച് മറ്റുള്ളവരെല്ലാം സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഹീലിംഗിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സൗഖ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അസാധാരണമായ സൗഖ്യം. ബുദ്ധിമേഖലകളെ കെട്ടി അത് അനുസരണക്കേടിന്റെ ആത്മാവിലേക്ക് തിരിച്ച ഈ ദേശത്തിലെ ചില തലമുറകളുടെ സ്പിരിറ്റുകളെ എന്റെ സ്വർഗം അടിച്ച് ദൂരെ കളയുന്നതിന് ലോർഡ് ദ ഹോളി സ്പിരിറ്റ് രാത്രി 11:30 വീട്ടിനകത്ത് വന്നു കയറാത്ത ചില തലമുറയുടെ സ്പിരിറ്റുകളെ എന്റെ കർത്താവ് ഇന്ന് രാത്രി അടിച്ചു ദൂരെ കളഞ്ഞു. മമ്മി, നിനക്ക് ആ കുഞ്ഞ് പ്രയോജനപ്പെടുന്നതിന് മഹത്വമാക്കി സ്വർഗം വേഗത്തിൽ തിരിക്കാൻ പോകുമ്പം ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുന്ന വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കും. ലോർഡ് ദ ഹോളി സ്പിരിറ്റ് എല്ലാ കരകളും ഈ ദേശത്തിന് 4 ദിക്കിന്മേൽ ഉയർത്തിയാട്ടെ. ദേശത്തിന്റെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ഇതൊരു തുടക്കരാത്രിയാകുന്നേ ഉള്ളൂ. നാളെ മുതൽ വരാൻ പോകുന്ന അഭിഷേകം ഇവിടെ എങ്ങും ഇരിക്കാൻ സ്ഥലം കിട്ടാത്ത രീതിയിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ശ്രുതി നാടെല്ലാം പരക്കപ്പെടാൻ പോകുമ്പോവിന് ഇതിനകത്ത് വന്ന് സംബന്ധിക്കുന്നവർ യോഗം കഴിഞ്ഞ് കൂടാരത്തിലേക്ക് കയറുമ്പോൾ അവരുടെ വീട്ടിനകത്തേക്ക് ഒരു വെളിച്ചത്തിന്റെ രക്ഷയുടെ വാഗ്ദത്തം എന്നെ ദൈവം വീശി അടിപ്പിക്കാൻ പോകുന്നതിന് എല്ലാ കരങ്ങളെയും ചേർത്തടിച്ച് ശക്തിയോടെ, ബലത്തോടെ, ആനന്ദത്തോടെ, ജയത്തോടെ വലിയ സൗഖ്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുന്നതിന്